ആനന്ദമാത്മാവിൽ ദിനംതോറും വാഴട്ടെ. ഭേദബുദ്ധി മാറട്ടെ, ആത്മബോധം വാഴട്ടെ. ഭേദബുദ്ധി മാറട്ടെ, ആത്മബോധം വാഴട്ടെ. ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. സത്യധർമ്മം പുലർത്തി നിത്യശാന്തി കാണട്ടെ. സത്യധർമ്മം പുലർത്തി നിത്യശാന്തി കാണട്ടെ. ഉൾക്കുരുന്നിൽ ശുഭാനന്ദം തുള്ളി കളിച്ചിടട്ടെ. ഉൾക്കുരുന്നിൽ ശുഭാനന്ദം തുള്ളി കളിച്ചിടട്ടെ. ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. മായവരമാറട്ടെ, ഉൾപ്രകാശം കാണട്ടെ. പാലാഴിവാസ പരമാനന്ദ പരഹൃദയേ വാഴും പരമാത്മാ. പാലാഴിവാസ പരമാനന്ദ പരഹൃദയേ വാഴും പരമാത്മാ. പാലാഴിവാസ ഭക്തന്മാരിൽ വാഴണമേ. ഭക്തന്മാരിൽ വാഴണമേ. പാലാഴിവാസ പരമാനന്ദ പരഹൃദയേ പരമാത്മാ. പ്രത്യക്ഷമായി ഈ ലോകത്തിൽ അവതാരമായി വന്ന് ഓരോ ആത്മാവിലും പാലാഴിയെ പ്രത്യക്ഷമാക്കുന്ന പരമോന്നതനാകുന്ന പരമഗുരുവിനാൽ സ്ഥാപിക്കപ്പെട്ട ആത്മബോധോദയ സംഘാംഗങ്ങളായി ജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ച പൊന്നോമന സന്താനങ്ങളെ വീണ്ടും ഒരു ഞായറാഴ്ച, വിശുദ്ധിയുടെ പൂർണ്ണദിനമായ ഞായറാഴ്ച ഇപ്രകാരം ഒത്തുചേരുവാൻ അനുവദിച്ച മഹാശക്തിയെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരാധന ആരംഭിക്കാം. ദൈവത്തിൻ്റെ പ്രത്യേക കാരുണ്യത്തിലും കാർമ്മികത്വത്തിലും ലോകാന്ത്യം വരെ നടക്കുന്ന ഉന്നതമായ സംഘമാണ് നമ്മുടെ ആത്മബോധോദയ സംഘം. ആത്മബോധോദയ സംഘത്തിൻ സ്ഥാപകൻ സത്യശുഭാനന്ദ ദേവനാണ് എന്ന് കീർത്തനത്തിൽ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് പാടിത്തന്നിട്ടുണ്ട്. ഇത് വെറുതെ ഒരു പ്രചോദനമുണ്ടാകാൻ വേണ്ടി പറയുന്ന വാക്കുകളല്ല, നിങ്ങളുടെ ആത്മാവിൽ അനുഭവമാകുവാൻ വേണ്ടി പറയുന്ന വാക്കുകളാണ്.
ഇത് ആത്മാവിൽ സ്വീകരിച്ച് പരിപാലിക്കുന്നവർക്ക് മാത്രമേ ഈ സത്യം ബോധ്യപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ലോകത്തിൽ നടക്കുന്ന അനേകം സ്ഥാപനങ്ങളെ പോലെ, അവിടെ നടക്കുന്ന സമ്പ്രദായങ്ങളെ പോലെയൊക്കെ ചിന്തിച്ച് നിങ്ങൾ ആ വിധത്തിൽ അങ്ങ് പോവുകയുള്ളൂ. യഥാർത്ഥമായതിനെ അറിയാതെ നിങ്ങളുടെ ജന്മവും നഷ്ടമായി പോകും. ഗുരു അറിയിക്കുന്ന അറിവിനെ ആദരസമന്വിതം സ്വീകരിച്ച് പരിപാലിക്കുമ്പോഴാണ് ഉന്നതമായ ഈ സത്യം, എന്താണ് സത്യം? ദൈവമാണ് അവതാരമായി വന്നിരിക്കുന്നത് എന്നതാണ് ഇവിടെ രഹസ്യമായി വെച്ചിരിക്കുന്ന പരമമായ സത്യം. ഞാനിത് വാഗൊണ്ട് പറയുന്നു, ഓരോ ശരീരവാഴ്ചകളിലൂടെയും പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ഇത് രഹസ്യമാണ് താൻ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉള്ളുകളി എന്ന് പറയുന്നത്. വാഗൊണ്ട് നിങ്ങളോട് പറയുകയാണല്ലോ, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒറ്റ വാക്കിലങ്ങ് ബോധ്യപ്പെടുമോ? ബോധ്യപ്പെടുന്നില്ല. അവിടെയാണ് ഇതിൻ്റെ രഹസ്യം വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പരമരഹസ്യവും പരമസത്യവും എന്ന് പലപ്പോഴും പറയാറുണ്ട്. പരമസത്യമാണ്, പക്ഷേ അത് പരമരഹസ്യവുമാണ്. എന്തുകൊണ്ടാണ് ഇതിനെ രഹസ്യമായി വെച്ചിരിക്കുന്നത്? അർഹതയനുസരിച്ച് ഓരോന്നിനെ സ്വീകരിക്കുവാൻ വേണ്ടിയാണ് ഇതിന് രഹസ്യ സ്വഭാവം വെച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ച് ഇതിന് മാറ്റമൊന്നുമില്ല. എപ്പോൾ ശുഭാനന്ദ അവതാര ലോകത്തിൽ സംഭവ്യമായോ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെയും ലോകാന്ത്യം വരെയും ശുഭാനന്ദ തപോശക്തി തന്നെ പ്രത്യക്ഷമായി നിന്ന് ആത്മലോകത്തെ രക്ഷിക്കുന്നു എന്നതിന് ഒരു മാറ്റവും ഒരു കാലത്തും ഉണ്ടാവുകയില്ല, ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. എന്നാൽ ഇതൊരു രഹസ്യമാണ്, പരസ്യമായി പറയുന്ന രഹസ്യം. നമ്മൾ അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്ന് പഴമൊഴി പറയാറുണ്ട്. ഇത് അതുപോലെയല്ല. ഇത് ഭഗവാൻ തന്നെ ഓരോ ശരീരങ്ങളെ മാറി മാറി സ്വീകരിച്ചുകൊണ്ട് ഈ സത്യം വെളിപ്പെടുത്തുകയാണ്. നമ്മളൊരു പ്രത്യേക താല്പര്യത്തോടുകൂടി ചില ആളുകൾ പ്രാർത്ഥിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ പറയും, ആദ്യ തിരുവുടൽ വാഴ്ചക്കാലത്ത് വേണ്ടതുപോലെ അറിയിച്ചില്ല, തിരിച്ചു വന്നാണ് അറിയിച്ചത്. ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പം തിരിച്ചു വന്നപ്പോൾ ഇത് എത്ര പേര് അറിഞ്ഞു? അന്നും അറിഞ്ഞു എന്ന് വിചാരിച്ചവരെല്ലാവരും അറിഞ്ഞവരല്ല. ഇപ്പോൾ ഓരോ ശരീരമാറ്റം നടക്കുമ്പോഴും അത് പറയും, അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അറിയിച്ചു, അതിനേക്കാൾ കൂടുതൽ അറിയിച്ചു എന്നൊക്കെ പറയും. ഈ അറിയിച്ചു അറിയിച്ചു എന്ന് പറയുന്നവർ പോലും ഇത് യഥാർത്ഥമായതിനെ അറിയുന്നില്ല. അത് അറിയണമെങ്കിൽ എന്തു വേണം? ആദ്യ തിരുവിടൽ കാഴ്ചക്കാലത്ത് അറിയിക്കാതൊന്നും ഇരുന്നല്ലോ. എവിടെല്ലാം കയറാമോ അവിടെ എല്ലാം കയറി തന്നെയാണ് അറിയിച്ചത്. പോരാത്തതിന് ഗ്രന്ഥഭാഗം തുടങ്ങുന്നിടത്ത് നിങ്ങൾ തന്നെ വായിച്ചിട്ടുണ്ടാവും, തന്നെക്കുറിച്ച് താൻ തന്നെ എന്നൊരു ഭാഗം താൻ തന്നെ വെളിപ്പെടുത്തുകയാണ്. ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആയി തീർന്നതെന്നും എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ വന്നതെന്നും ഏത് വിധത്തിലാണ് എൻ്റെ കർമ്മങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും, എന്നിട്ട് ഈ ലോകത്തിൽ ഓരോ ദേവീദേവന്മാർക്കും ദൂതപരമ്പരകൾക്കും പോലും നിശ്ചയിച്ചിരിക്കുന്ന നാമങ്ങൾക്കൊക്കെ താൻ അർഹനായത് എങ്ങനെയാണെന്നും സവിസ്തരം ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. വെറുതെ അങ്ങ് പാട്ടുപാടി വിടുകയല്ല. പലരുടെയും വിചാരം അങ്ങനെയാണ്, വായി വരുന്നതിന് അങ്ങ് പാടി വിടുകയാണെന്ന്. അല്ല, അതിൻ്റെ കൃത്യമായ കണക്കനുസരിച്ച് ഓരോന്നിനും രൂപപ്പെടുത്തി ഓരോ നാമങ്ങളും സർവേശ്വരനായതെന്ന് എങ്ങനെയാണെന്നും ദേവനായതെന്ന് എങ്ങനെയാണെന്നും പരമാത്മാവായത് എങ്ങനെയാണെന്നും ഒക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യ തിരുവുടലിൽ താൻ വാണിരുന്നത്. തെളിയിക്കാഞ്ഞിട്ടാണോ? അല്ല. അപ്പോഴും ഒരു രഹസ്യ സ്വഭാവം താൻ തന്നെ അവിടെ നിലനിർത്തുകയാണ്. ശരീരപ്രകാരം എനിക്കുണ്ടായ ഒരു വലിയ അനുഭവമാണ്. ഒരു പ്രസാദ് ഗുരുദേവൻ്റെ കാലത്ത് വെള്ളവസ്ത്രത്തിലിരിക്കുമ്പോൾ ഭഗവാൻ ഒരിക്കൽ പറഞ്ഞു, ഞാൻ എപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഒരു മറയിട്ടേ നിൽക്കുകയുള്ളൂ. അന്ന് അത്രത്തോളം ഒന്നും ഉള്ള അറിവൊന്നും ആയിട്ടില്ല. എങ്കിലും ആലോചിച്ചു, ഈ മറ എന്തിനു വേണ്ടി, എങ്ങനെ? അപ്പോൾ ഞങ്ങളിതിനെ ആകാംക്ഷയോടെ കാത്തു നിന്നു. ചാടിക്കയറി അങ്ങ് ചോദിക്കുകയല്ലോ. ഭഗവാന്റെ അടുത്ത് സമീപിക്കുന്നതിന് ചില നയങ്ങളുണ്ട്, ഭക്തിപൂർവമായ ചില വശങ്ങളുണ്ട്. അവിടെ യുക്തിയും ബുദ്ധിയും ഒന്നുമല്ല അവിടെ പ്രയോഗിക്കുന്ന, ഭക്തി മാത്രമാണ്. അപ്പോൾ ഭക്തിയോടുകൂടി നമ്മൾ ഹൃദയം തന്ന് കാത്തു നിന്നാലും അതിന് ഉത്തരം കിട്ടും. ഞാൻ ആ മറയിട്ട് നിന്നില്ല എങ്കിൽ നിങ്ങൾ എൻ്റെ കർമ്മം ചെയ്യുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അടുത്ത് നിന്ന് കർമ്മം ചെയ്യുന്ന 3-4 പേരോടായിട്ട് സംസാരിക്കുകയാണ്.
ഞാൻ ആ മറയിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കർമ്മം ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയ്യോ, ഭഗവാനാണെന്ന് അറിഞ്ഞാലല്ലയോ കർമ്മം ചെയ്യാൻ നമുക്ക് ആഗ്രഹം കൂടുന്നത് എന്ന് സ്വതവേ ചിന്തിക്കും. ആ കൂട്ടത്തിൽ ഞാനും ചിന്തിച്ചു. ഭഗവാനാണെന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടാൽ കൂടുതൽ താല്പര്യത്തോടുകൂടി കർമ്മം ചെയ്യാൻ പറ്റുമല്ലോ എന്നല്ലേ എല്ലാവരും ചിന്തിക്കുകയുള്ളൂ. നിങ്ങളും അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്? പക്ഷേ ഇത് ആ വസ്തുവാണ് എന്ന് ആത്മാവ് കൊണ്ട് പൂർണ്ണമായി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തോട്ട് പോകാൻ തോന്നുകയല്ല, ഭയമായിരിക്കും. അതാണ് അതിൻ്റെ വ്യവസ്ഥ. പിന്നൊരു ഭയമാണ്. കാരണം അതുവരെ നമ്മൾ ചെയ്തു പോയ കുറവുകൾ, ജന്മജന്മാന്തരമായി വന്ന കുറവുകൾ, പോരായ്മകളൊക്കെ ആ മനസാക്ഷിയിരുന്ന് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടുത്തോട്ട് എല്ലാം തോന്നുകയില്ല. അതിൻ്റെ അനുഭവം തീർത്ഥസ്വാമി ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവതാരപുരുഷനായ എൻ്റെ ഗുരുദേവൻ എന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. അടുത്തു ചെല്ലുമ്പോൾ ഭയമതാകയാൽ അകലത്തോടും ഞാൻ എന്ന് പറഞ്ഞൊരു കീർത്തനം അദ്ദേഹം എഴുതിയതാണ്. അത് അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്. ചെറുതായിട്ടൊന്ന് ബോധ്യപ്പെടുത്തിയതേ ഉള്ളൂ. ഏതാ തനി രൂപത്തിലല്ല, അപ്പോഴും ബോധ്യപ്പെടുത്തത് അതിന് മുമ്പ് വന്ന രൂപത്തിലാവുന്നു കാണിച്ചു കൊടുത്തത്. ചെറുതായിട്ട് ആ ഒറിജിനൽ രൂപമല്ല, മുൻപ് വന്ന ഒരു രൂപം കാണിച്ചു കൊടുത്തു. ശ്രീകൃഷ്ണൻ്റെ രൂപത്തിലാണ് തീർത്ഥസ്വാമിക്ക് ആദ്യം ദർശനം കൊടുത്തത്. അപ്പം ഇങ്ങനെ പല രൂപങ്ങളെ സ്വീകരിച്ച പരമാത്മാവ് ആ ഒരു രഹസ്യ സ്വഭാവത്തോടുകൂടി ലോകത്തിൽ വന്ന്, ചിലയിടത്തൊക്കെ പറയാറുണ്ടല്ലോ കള്ളനാണെന്ന്, സ്വയം പറയാറുണ്ട് കള്ളനാണേ ഇവൻ കള്ളനാണേ, ശുദ്ധ മഹാസഭ കള്ളനാണേ. അന്ന് ലോകം പറഞ്ഞതും കള്ളനാണെന്നാണ്. ഇപ്പം സ്വയം അത് അംഗീകരിച്ചു. ഞാനൊരു ബ്രഹ്മാണ്ഡ പെരും കള്ളപ്പറയനാണ് എന്ന് സ്വയം അംഗീകരിച്ചു. എന്തുകൊണ്ടാണ്? ഈ സർവാത്മാക്കളെയും അവർ പോലും അറിയാതെ അവരിൽ കവർന്ന് വസിച്ച് അവരെ മോഷ്ടിക്കുവാനുള്ള കഴിവ് ഈ പരമാത്മാവിന് മാത്രമേ ഉള്ളൂ. താൻ മോഷ്ടിക്കുന്നത് സ്വത്തും സൗഭാഗ്യമൊന്നുമല്ല, ആത്മാവിനെയാണ്. അത് മോഷണമാണെന്ന് ചിത്രീകരിക്കുന്നെങ്കിൽ മോഷണമെന്ന് തന്നെ പറയാം. കാരണം ഈ ആത്മാവ് പോലും അറിയുന്നില്ല. ഈ ആത്മാവിലേക്ക് അവതാരം വന്ന് അറിയിക്കുന്ന അറിവുകൾ മൂലം ഉണ്ടാകുന്ന രൂപാന്തരം, ആ രൂപാന്തരപ്പെട്ട് അതൊരു പ്രകാശമായി മാറുമ്പോൾ അവൻ തിരിച്ചറിയുകയാണ്, കണ്ടേ ഞാൻ എൻ ഗുരുരൂപം, എൻ്റെ ആത്മസ്വരൂപമായി വാഴുന്ന രൂപം, വാഴുന്ന രൂപം, കണ്ടേ ഞാൻ എൻ ഗുരുരൂപം, കണ്ടേ ഞാൻ എൻ ഗുരുരൂപം, എൻ്റെ ആത്മസ്വരൂപമായി വാഴുന്ന രൂപം, വാഴുന്ന രൂപം, കണ്ടേ ഞാൻ എൻ ഗുരുരൂപം. ഇപ്പോൾ പരമാത്മാവാകുന്ന പരമഗുരുവിൽ നിന്ന് വിനിർഗളിക്കുന്ന ആ പരിശുദ്ധ ജ്ഞാനമാകുന്ന പ്രകാശം ഓരോ ആത്മാവിലേക്കും ആവിർഭവിക്കുമ്പോഴാണ് പരമാത്മ ദർശനം ഉണ്ടാകുന്നത്, ഗുരുദർശനം ഉണ്ടാകുന്നു, ശുഭാനന്ദ ദർശനം ഉണ്ടാകുന്നു. ആ ദർശനത്തിൽ മാത്രമേ ഈ പരമരഹസ്യത്തിൻ്റെ ചുരുളഴിയുള്ളൂ. അതുവരെ ഇതൊരു രഹസ്യം തന്നെയാണ്, പരസ്യമായി പറയുന്ന ഒരു രഹസ്യം. എന്നാൽ നിങ്ങൾ അതിനുള്ള പരിശ്രമത്തിലാണ് എന്നത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം ഒരാഴ്ച പോലും മുടങ്ങാതെ ഈ ആരാധനയിൽ പങ്കെടുക്കുകയും കുടുംബങ്ങളിൽ നടക്കുന്ന ആരാധനയിൽ പങ്കെടുക്കുകയും ഏത് വിശേഷാൽ കാര്യങ്ങൾ നടന്നാലും അതിലൊക്കെയും ആർത്തിയോടുകൂടി വന്ന് അവരവരുടേതായ ഭാരവാഹിത്വം വഹിച്ച് ഭാഗധേയത്വം വഹിച്ച് ഇതെല്ലാം നിർവഹിക്കുകയും ഇതിലെല്ലാം പങ്കെടുക്കുകയും അതിൽ ആനന്ദം കൊള്ളുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു പ്രത്യേക തൃഷ്ണ നിങ്ങളിൽ നിലനിൽക്കുന്നത് നിങ്ങളിൽ ഈ പരമപ്രകാശത്തിൻ്റെ ഉദയം കാണുവാനുള്ള മാർഗമാണെന്നുള്ളത് കൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. മുടക്കം കൂടാതെ ഈ കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ഈ പ്രകാശത്തിലേക്ക് നിങ്ങൾ ചേർന്നുകൊള്ളും. പക്ഷേ വരവും പോക്കും മാത്രമല്ല വേണ്ടത്, ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ഇതിലേക്ക് ബന്ധിച്ചിരിക്കണം. നമുക്കിഷ്ടമുള്ളപ്പോൾ രണ്ട് കീർത്തനം പാടി എന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം ഭക്തിയാവുകയില്ല. നമ്മുടെ മുഴുവൻ സമയം ജീവിതവും സത്യമായി നിലനിർത്തുവാനുള്ള കഠിന പരിശ്രമം തന്നെ ചെയ്യണം. അത് ഈ ലോകത്തിൽ ഒരു കഠിന പരിശ്രമമാണ്. ലോകത്തിൽ എന്ത് സാധിക്കുന്നതിനേക്കാളും പ്രയാസമാണ് ഈ അന്ധകാര ലോകത്തിൽ സത്യത്തെ നമ്മൾ ഈ ഹൃദയത്തിൽ സ്ഥാപിച്ച് പ്രവർത്തിക്കുക അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുക എന്ന് പറയുന്നു. ഭഗവാൻ തന്നെ പാടി, സത്യമീ ഭൂമിയിൽ സ്ഥാപിക്കാമൂലമായി കഷ്ടങ്ങളോരോന്നും കാണുക നീ.
സ്ഥാപിച്ചത് സത്യമാണെന്നും ഇതിനല്പം ബന്ധപ്പാടുണ്ടെന്നും ആ വരിയിൽ നിന്ന് സാധാരണ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അല്പം പ്രയാസം, അല്പം പരിശ്രമം ഇതൊക്കെ ഈ കാര്യത്തിൽ അത്യാവശ്യമാണ്. അല്ലാതെ എല്ലാം ഇനി ഒഴുകി വരുമ്പോൾ ഞാൻ എടുത്തു വെക്കാം എന്ന് വിചാരിച്ച് കാത്തിരുന്നിട്ട് കാര്യമില്ല. പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കണം, ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കണം, പറയേണ്ടതുപോലെ പറയണം. നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ അതിനുള്ള ഒരു ഉൾപ്രേരണ ഓരോരുത്തരിലും ഉണ്ടാവണം. ചില ആളുകൾക്ക് ഇതൊക്കെ മറ്റൊരാളിനോട് പറയുന്നത് വലിയ വിഷമമാണ്. ചിലർക്കൊക്കെ ഒരു ആക്ഷേപം പോലെയാണ്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ അല്ല പിന്നെ എന്തുവാ ഉപദേശിയാണെന്ന് വല്ലവരും വിളിക്കുമോ, പെന്തക്കോസുകാരാണെന്ന് വിളിക്കുമോ, ഇങ്ങനെയൊക്കെയാണ് പലരുടെയും ചിന്താഗതികൾ. പെന്തക്കോസുകാർക്ക് ആ നാമം കൊണ്ട് ഒരു ആക്ഷേപം തോന്നുന്നില്ല, കണ്ടു നിൽക്കുന്നവർക്കാണ് ആക്ഷേപം, അല്ലേ? നമ്മുടെ ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവർ ഇതിൽ നിന്നുണ്ടായ ഈ സുഖാനുഭൂതികളെ അവരവർക്കറിയാവുന്ന ഭാഷയിൽ അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, മറ്റുള്ളവരോട് പ്രകാശിപ്പിക്കുക. അതാണ് ഏറ്റവും വലിയ ധർമ്മം. ആ വിധത്തിൽ പ്രവർത്തിക്കുവാൻ ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ പോയ ആഴ്ച പൂരാടം പക്കനാളും ഉത്രാടം പക്കനാളും ചേർന്ന് വന്ന ആഴ്ചയായിരുന്നു. മഹനീയമായ നിലയിൽ 2 ദിവസവും, ഇപ്രാവശ്യം ഒരു ദിവസം ഇടവിട്ടാണ് വന്നത് പക്കനാൾ. അതുകൊണ്ട് എല്ലാ ദിവസവും ആശ്രമത്തിൽ പ്രവേശിക്കുവാനും പ്രത്യേകമായ നിലയിൽ സ്തുതികൾ നടത്തുവാനും ഒക്കെയുള്ള ഒരു അവസരമുണ്ടായ ആഴ്ചയായിരുന്നു. അതിൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം നിങ്ങളുടെ എല്ലാം ഹൃദയങ്ങളിലേക്ക് ഈശ്വരൻ നിറച്ചു തരട്ടെ. നമുക്ക് ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് ഭഗവാൻ ഓരോന്നോരോന്നായി നമുക്ക് ഒരുക്കി തന്നതാണ് ഇന്ന് കാണുന്നതെല്ലാം. ആദ്യം ഒരു ഭക്തൻ നമുക്ക് നേർച്ചയായി തന്നു 12 സെൻറ്റ് ഭൂമി. അത് കഴിഞ്ഞ് ഓരോന്നായി 5 സെൻറ്റ്, 4 സെൻറ്റ്, 10 സെൻറ്റ്, 30 സെൻറ്റ്, 40 സെൻറ്റ് ഇങ്ങനെ വാങ്ങിച്ച് ഇപ്പോൾ നമ്മുടെ ഗോപുരം നിൽക്കുന്ന ഭൂമി ഉൾപ്പെടെ ആ നിലയിൽ നമ്മൾ വാങ്ങിയതാണ്. ഇന്ന് ഞാൻ നമ്മുടെ ആശ്രമത്തിൻ്റെ തെക്ക് കിഴക്കേ മൂലയ്ക്കുള്ള ഒരു വസ്തു 2 ആഴ്ചയ്ക്ക് മുമ്പ് വാങ്ങിയതാണ്. ഇന്ന് അതിലെ നിൽക്കുന്ന പഴയ വീട് ഒന്നുകൂടെ പെയിൻ്റൊക്കെ ചെയ്ത് അതിനകത്ത് നമ്മുടെ 2-3 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അതിൻ്റെ ഒരു ഉദ്ഘാടനം പോലെ നടത്തി. ദൈവത്തിൻ്റെ നാമത്തിൽ നേർച്ചയായി വന്ന നേർച്ച ധനം ഉപയോഗിച്ച് വാങ്ങിയതാണ്. അപ്പോൾ ആ ഒരു മൂല കൂടി നമ്മുടെ മതിൽക്കെട്ടിനുള്ളിലേക്ക് ചേർക്കപ്പെട്ടു. ഇത് ദൈവത്തിൻ്റെ കാരുണ്യവും അനുഗ്രഹവുമാണെന്ന് വിശ്വസിക്കുന്നവരെന്ന് കൈയടിച്ച് കേട്ടാൽ. ഇപ്രകാരം ഈ കാര്യങ്ങൾ വളർച്ച പ്രാപിക്കുന്നത് ആത്മബോധോദയ സംഘത്തിനും ഇതിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന നിങ്ങൾക്കും അഭിമാനമാണെന്ന് സ്വയം സമ്മതിക്കുന്നവരെന്ന് കൈയടിക്കാം. അങ്ങനെ വളരട്ടെ വളരട്ടെ ശുഭാനന്ദാദർശം വളരട്ടെ. വളരട്ടെ വളരട്ടെ ശുഭാനന്ദാദർശം വളരട്ടെ. പറക്കട്ടെ പറക്കട്ടെ ശുഭാനന്ദ കൊടി പറക്കട്ടെ. ഉന്നതനാവുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ കൂടി അനുവദിച്ചു തരുന്ന ഈ മഹാഭാഗ്യങ്ങളെല്ലാം നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും അനുഭവിക്കുവാൻ വേണ്ടിയാണ്. ഇതൊന്നും ഞാൻ എൻ്റെ സ്വന്തം പേരിൽ എഴുതി എനിക്കായിട്ട് കരുതുമല്ലോ, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാണ്. അതെല്ലാം കൂടുതൽ ഇതെല്ലാം വർദ്ധിതമായി സർവശക്തിയുടെ തിരുനാമത്തിൽ കൂടുതൽ കാര്യങ്ങളും നമ്മുടെ സ്ഥാപനങ്ങളും അതിനോടനുബന്ധമായ സ്ഥാപനങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുക്കാനുണ്ട്. മഹാഗോപുരത്തിൻ്റെ പൂർത്തീകരണത്തോടുകൂടി ഒരുപാട് കാര്യങ്ങൾ വീണ്ടും ഒരുക്കപ്പെടും. അതിനായി നമുക്ക് ഉറ്റു പ്രാർത്ഥിക്കാം. മഹാശക്തി എല്ലാം ഒരുക്കി ആത്മബോധോദയ സംഘം ലോകം എപ്പോഴും ശിരസ് നമിക്കുന്ന രീതിയിൽ ഉന്നതമായ ചൈതന്യത്തോടുകൂടി ലോകത്തിൽ പ്രകാശിച്ച് പ്രവർത്തിക്കുമാറാകട്ടെ. സ്തുതിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു ആദിനാഥനെ സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു ആദിനാഥനെ സ്തുതിക്കുന്നു. ആത്മലോക രക്ഷ ചെയ്യും ആദിനാഥനെ സ്തുതിക്കുന്നു. ദേവ
പൂജിതനാം ഗുരുവരനെ സ്തുതിക്കുന്നു. ദേവന്മാരാൽ പൂജിതനാം ഗുരുവരനെ സ്തുതിക്കുന്നു. ദൂതന്മാരാൽ സേവിതനാം ഗുരുവരനെ സ്തുതിക്കുന്നു. ത്രിമൂർത്തികൾ ആരാധിക്കും മൂർത്തിയെ ഞാൻ സ്തുതിക്കുന്നു. ത്രിമൂർത്തികൾ ആരാധിക്കും മൂർത്തിയെ ഞാൻ സ്തുതിക്കുന്നു. അവതാരത്തെ ഉദ്ഭവിപ്പിച്ച അറിവിനെ ഞാൻ സ്തുതിക്കുന്നു. ത്രിമൂർത്തികൾ ആരാധിക്കും മൂർത്തിയെ ഞാൻ സ്തുതിക്കുന്നു. അവതാരത്തെ ഉദ്ഭവിപ്പിച്ച അറിവിനെ ഞാൻ സ്തുതിക്കുന്നു. വാഴണമേ 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 നാഥനേ. വാഴണമേ 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 നാഥനേ. ആത്മലോക രക്ഷകവാൻ ഭൂതലത്തിൽ വാഴണേ. ത്രിമൂർത്തികൾ ആരാധിക്കും മൂർത്തിയെ ഞാൻ സ്തുതിക്കുന്നു. ത്രിമൂർത്തികൾ ആരാധിക്കും മൂർത്തിയെ ഞാൻ സ്തുതിക്കുന്നു. അവതാരത്തെ ഉദ്ഭവിപ്പിച്ച അറിവിനെ ഞാൻ സ്തുതിക്കുന്നു. വാഴണമേ 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 നാഥനേ. വാഴണമേ 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 നാഥനേ. ആത്മലോക രക്ഷകനായി ഭൂതലത്തിൽ വാഴണേ. വാഴണമേ 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 നാഥനേ. 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 ആത്മലോക രക്ഷകനായി ഭൂതലത്തിൽ വാഴണേ. വാഴണമേ 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 നാഥനേ. വാഴണമേ 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 നാഥനേ. ആത്മലോക രക്ഷകനായി ഭൂതലത്തിൽ വാഴണേ. സ്തുതിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു. ആദിനാഥനെ സ്തുതിക്കുന്നു. ആത്മലോക രക്ഷ ചെയ്യും ആദിനാഥനെ സ്തുതിക്കുന്നു. ആത്മലോക രക്ഷാർത്ഥം തിരുവതാരമായി വന്ന ജഗദീശ്വരന്റെ പരമഗുരുവിന്റെ പരിപൂർണമായ ഒരു വർണ്ണന ഈ കീർത്തനത്തിലുണ്ട്. ത്രിമൂർത്തികൾ ആരാധിക്കും മൂർത്തി. ദൂതന്മാരാൽ സേവിതനാം ഗുരുവരൻ
ദൂതന്മാരാൽ സേവിതനാം ഗുരുവരൻ, ദേവന്മാരാൽ പൂജിതനാം ഗുരുവരൻ, ദേവന്മാരാൽ പൂജിതനാം ഗുരുവരൻ, അവതാരത്തെ ഉത്ഭവിപ്പിച്ച അറിവ്, അവതാരത്തെ ഉത്ഭവിപ്പിച്ച അറിവ്, ഒരു സമ്പൂർണ്ണ ചരിത്രം അതിനുള്ളിൽ തന്നെയുണ്ട്. ഒരു സമ്പൂർണ്ണ ചരിത്രം അതിനുള്ളിൽ. വളരെ ലളിതം എന്ന് തോന്നുമെങ്കിലും വളരെ വിശാലമായ ഒരു കീർത്തനം തന്നെയാണ്. വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും വളരെ വിശാലമായ. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരി ഏതാണെന്ന് ആരെങ്കിലും പറയാമോ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരി അത് ഏതാണെന്ന് ആരെങ്കിലും പറയാമോ? കാക്കക്കുട്ടി കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ രണ്ട് ശബ്ദം ഞാൻ കേട്ട്, ത്രിമൂർത്തികൾ ആരാധിക്കും മൂർത്തി, അതിനോട് യോജിക്കുന്ന ഒരു കൈപൊക്കാം. വേറൊന്ന് കേട്ടത് അവതാരത്തെ ഉത്ഭവിപ്പിച്ച അറിവ്, അതിനോട് യോജിക്കുന്ന ഒരു കൈപൊക്കാം. ത്രിമൂർത്തികൾ ആരാധിക്കും മൂർത്തി എന്നുള്ളത്, മൂർത്തികൾ ആരാധിക്കും മൂർത്തി എന്നുള്ളത് മൂന്ന് യുഗങ്ങളിലെയും വ്യവസ്ഥകൾ പഠിക്കുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. മൂന്ന് യുഗങ്ങളിലെയും വ്യവസ്ഥകൾ പഠിക്കുന്നവർക്ക് അറിയാവുന്ന. എന്നാൽ കലിയുഗ ഖഡ്ഗി അവതാരമായി വന്നറിയിച്ച ഏറ്റവും മഹത്തരമായ അറിവ് ഈ സർവ്വ അവതാരങ്ങളെ ഉത്ഭവിപ്പിച്ചത് ഞാനാണെന്നുള്ള സത്യമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരി അത് തന്നെയാണ്. അവതാരത്തെ ഉത്ഭവിപ്പിച്ചറിവിനെ ഞാൻ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു, ആദിനാഥനെ സ്തുതിക്കുന്നു, ആത്മലോക രക്ഷ ചെയ്യും ആദിനാഥനെ സ്തുതിക്കുന്നു. സർവ അവതാരങ്ങളും ത്രിമൂർത്തികളും തപസ് ചെയ്തിട്ടുണ്ട്. ഭഗവാനും തപസ് ചെയ്തിട്ടുണ്ട്. ഭഗവാൻ തപസ് ചെയ്തപ്പോ അതിന്റെ വിശദീകരണം വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. നാം നമ്മെ തന്നെയാണ് തപസ് ചെയ്തത്. ബ്രഹ്മാവിനോട് ചോദിച്ചു, ആരെയാണ് തപസ് ചെയ്യുന്നത്? എന്നെ ഇങ്ങോട്ട് അയച്ചത് ആരാണെന്ന് അന്വേഷിച്ച് ഞാൻ തപസ് ചെയ്യുകയാണ്. വിഷ്ണുവിനോട് ചോദിച്ചു, തപസ് ചെയ്യുന്നത് ആരെയാണ്? ഞാൻ എന്റെ ഗുരുവിനെയാണ് തപസ് ചെയ്യുന്നത്. ശിവനോട് ചോദിച്ചു, ആരെയാണ് തപസ് ചെയ്യുന്നത്? ഞാൻ എന്റെ ഗുരുവിനെയാണ് തപസ് ചെയ്യുന്നത്. എന്നാൽ പരമഗുരു കലിയുഗത്തിൽ അവതാരമായി വന്ന് പരിശുദ്ധ ബോധമായി നിന്നുകൊണ്ട് അറിയിച്ചത് എന്താണ്? നാം നമ്മെ തന്നെയാണ് തപസ് ചെയ്യുന്നത്. തന്നെത്താൻ തന്നോടൊത്തു ആലോചിച്ച ഈ ലോകത്തെ, തന്നെത്താൻ തന്നോടൊത്തു, തന്നെത്താൻ തന്നോടൊത്തു ആലോചിച്ചു ഈ ലോകത്തെ, തന്നെത്താൻ തന്നെത്താൻ തന്നോടൊത്തു ആലോചിച്ചു ഈ ലോകത്തെ, തന്നെത്താൻ ഈ വിധം കൗതുകമായി സൃഷ്ടിച്ചു പരമഗുരു. ഈ വിധം കൗതുകമായി സൃഷ്ടിച്ചു പരമഗുരു. തന്നെത്താൻ തന്നോടൊത്തു ആലോചിച്ചു ഈ ലോകത്തെ, ഈ വിധം കൗതുകമായി സൃഷ്ടിച്ചു പരമഗുരു. ലോകത്തിൻ നിലനിൽപ്പിനായി ത്രിമൂർത്തികൾ ഉദ്ഭവമായി, ലോകത്തിൽ ലോകത്തിൻ നിലനിൽപ്പിനായി ത്രിമൂർത്തികൾ ഉദ്ഭവമായി, ലോകത്തിൻ നിലനിൽപ്പിനായി ത്രിമൂർത്തികൾ ഉദ്ഭവമായി, ലോകത്തിൽ ഓരോരോ കർമ്മങ്ങളെ ചുമതലയാക്കി നൽകി, ലോകത്തിൻ ഓരോരോ കർമ്മങ്ങളെ ചുമതല
കർമ്മങ്ങളെ പൂർത്തിയാക്കിയിടുവാനായി ഏൽപ്പിച്ച കർമ്മങ്ങളെ പൂർത്തിയാക്കിയിടുവാനായി മൂർത്തികൾ മൂന്നുപേരും വന്ദാപം ചെയ്തിരുന്നു. ഏൽപ്പിച്ച കർമ്മങ്ങളെ പൂർത്തീകരിച്ചിടുവാൻ ഏൽപ്പിച്ച ഏൽപ്പിച്ച കർമ്മങ്ങളെ പൂർത്തിയാക്കിയിടുവാനായി ഏൽപ്പിച്ച മൂർത്തികൾ മൂന്നുപേരും വന്ദാപം ചെയ്തിടുന്നു. വന്ദാപം ചെയ്തിരുന്നു. മൂർത്തികൾ മൂന്നുപേരും വന്ദാപം ചെയ്തിരുന്നു. ഏകത്വമെന്ന ബോധമേവർക്കും നൽകുവാനായി ഏകത്വമെന്ന ബോധമേവർക്കും നൽകുവാനായി ഏകത്വമെന്ന ബോധമേവർക്കും നൽകുവാനായി മൂർത്തികൾ ആരാധിക്കും സദ്ഗുരു ഉദയമായി. മൂർത്തികൾ ഏകത്വമെന്ന ബോധം ഏകത്വമെന്ന ബോധമേവർക്കും നൽകുവാനായി മൂർത്തികൾ ആരാധിക്കും സദ്ഗുരു ഉദയമായി. ഏവർക്കും ദർശനമായി ഏവർക്കും ഭാഗ്യമായി. ഏവർക്കും ദർശനമായി ഏവർക്കും ദർശനമായി ഏവർക്കും ഭാഗ്യമായി. ഏവർക്കും ഏവർക്കും ദർശനമായി ഏവർക്കും ഭാഗ്യമായി. ഏവർക്കും ഈ മധ്യവേഷത്തിൽ ഗുരു പ്രത്യക്ഷമായി വന്നു. ഏവർക്കും ദർശനമായി ഏവർക്കും ഭാഗ്യമായി. ഏവർക്കും മധ്യവേഷത്തിൽ ഗുരു പ്രത്യക്ഷമായി വന്നു. സമ്പൂർണ്ണ ജ്ഞാനമത് സമ്പൂർണമായി നൽകാൻ. സമ്പൂർണ്ണ സമ്പൂർണ്ണ ജ്ഞാനമതു സമ്പൂർണമായി നൽകാൻ. സമ്പൂർണ്ണ ജ്ഞാനമതു സമ്പൂർണമായി നൽകാൻ. സമ്പൂർണ്ണ സമ്പൂർണ്ണ ജ്ഞാനരൂപൻ പ്രത്യക്ഷമായി വന്നു. സമ്പൂർണ്ണ ജ്ഞാനമതു സമ്പൂർണമായി നൽകാൻ. സമ്പൂർണ്ണ സമ്പൂർണ്ണ ജ്ഞാനരൂപൻ പ്രത്യക്ഷമായി വന്നു. സമ്പൂർണ്ണ ജ്ഞാനമതു സമ്പൂർണ്ണ സമ്പൂർണ്ണ ജ്ഞാനരൂപൻ പ്രത്യക്ഷമായി വന്നു.
കൊടുപ്പാൻ സമ്പൂർണ്ണ സമ്പൂർണ്ണ മോക്ഷമോരോ ആത്മാവിലും കൊടുപ്പാൻ സമ്പൂർണ്ണ സമ്പൂർണ്ണ ശക്തി തന്നെ പ്രത്യക്ഷമായി വന്നു. ഓ സമ്പൂർണ്ണ മോക്ഷമോരോ ആത്മാവിലും കൊടുപ്പാൻ സമ്പൂർണ്ണ സമ്പൂർണ്ണ ശക്തി തന്നെ പ്രത്യക്ഷമായി വന്നു. പ്രത്യക്ഷ ജ്ഞാനങ്ങളെ പ്രത്യക്ഷമാക്കിക്കൊണ്ട് പ്രത്യക്ഷ ജ്ഞാനങ്ങളെ പ്രത്യക്ഷ ജ്ഞാനങ്ങളെ പ്രത്യക്ഷമാക്കിക്കൊണ്ട് ആത്മപ്രത്യക്ഷതയെ ആത്മാവിൽ തെളിയിക്കുന്നു. ആത്മപ്രത്യക്ഷതയെ ആത്മാവിൽ തെളിയിക്കുന്നു. പ്രത്യക്ഷ ജ്ഞാനങ്ങളെ പ്രത്യക്ഷമാക്കിക്കൊണ്ട് ആത്മപ്രത്യക്ഷതയെ ആത്മാവിൽ നൽകിടുന്നു. ആനന്ദം ആനന്ദമേ ആനന്ദമെല്ലായ്പ്പോഴും ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമെല്ലായ്പ്പോഴും ആനന്ദം. ഓ സദ്ഗുരു അവതാരം ആനന്ദം നൽകിടുന്നു. ഓ ആനന്ദം ആനന്ദമേ ആനന്ദമെല്ലായ്പ്പോഴും ആനന്ദം. ഓ സദ്ഗുരു അവതാരം ആനന്ദം നൽകിടുന്നു. ഓ ആനന്ദം ആനന്ദമേ ആനന്ദമെല്ലായ്പ്പോഴും സദ്ഗുരു അവതാരം ആനന്ദം നൽകിടുന്നു. മൂർത്തികൾ മൂന്നുപേരും തപസ് ചെയ്തത് ഗുരുവിനെയാണ്. സദ്ഗുരു തപസ് ചെയ്തത് തന്നെ തന്നെയാണ്. പറഞ്ഞാൽ തനിക്ക് തന്നോട് ആലോചിച്ചാൽ മതി, ഇതെല്ലാം തന്നിൽ തന്നെ ഉണ്ട്. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി സൃഷ്ടിലോകത്തിലേക്ക് അയച്ചതാണ് ത്രിമൂർത്തികളെ. ആ ത്രിമൂർത്തികൾക്ക് പോലും അറിവ് നൽകുന്നത് ഗുരുവിന്റെ കാരുണ്യമാണ്. ആ അറിവിന് വേണ്ടിയാണ് അവർ തപസ് ചെയ്തത്. ഒരു കർമ്മത്തിന് വേണ്ടി നിയോഗിക്കുമ്പോൾ ആ അതിന് പാർശ്വമായി വേണ്ടുന്നതായ കാര്യങ്ങളെല്ലാം ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെല്ലാം ആവശ്യമുണ്ട് എന്ന് അന്വേഷിച്ച് അതെല്ലാം കൊണ്ടുപോയി ഒരു കർമ്മം ചെയ്യുന്നത് പോലെ ഇപ്പൊ പൊതുവെ പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഒരു വിചാരമില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പോയാൽ അങ്ങ് പോവുക. പണ്ട് പറയുന്നത് പൊട്ടം കൊല്ലത്ത് പോകുന്ന പോലെ അങ്ങ് പോവുക. എടാ രാവിലെ നമുക്ക് കൊല്ലത്ത് വരെ പോകണമെന്ന് മുതലാളി പറഞ്ഞു. വേലക്കാരൻ അല്പം മന്ദബുദ്ധിയാ. അപ്പൊ അവൻ രാവിലെ കുളിച്ചൊരുങ്ങി നല്ലൊരു നിക്കറൊക്കെ ഇട്ടുകൊണ്ട് അവൻ അങ്ങ് പോയി. പോയി ഇദ്ദേഹം നോക്കിയിട്ട് ഇവനെ കാണുന്നില്ല. കൂടെ ഒരു കൈക്ക് കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു. ഒരു സഹായത്തിന് ബാഗ് ഒന്ന് പിടിക്കാനോ അല്ലെ വാങ്ങിക്കുന്ന എന്തെങ്കിലും സാധനം ഒന്ന് ഏൽപ്പിക്കാനോ ഒക്കെ ആയിട്ട് കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു. അപ്പൊ വൈകുന്നേരം ആയപ്പോ ഇയാൾ ഇങ്ങനെ വരുന്നു, നടന്നലച്ച് ഇങ്ങനെ വരിക. നീ ഇതെവിടെ പോയി? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ കൊല്ലത്തൊന്ന് പോണോന്ന്. അയ്യോ മുതലാളി, ഞാൻ കൊല്ലത്ത് പോയിട്ട് വരുക. നീ എന്തിനാ കൊല്ലത്ത് പോയി? മുതലാളി പറഞ്ഞിട്ട് പോയി. ഇതാ പലരുടെ അവസ്ഥ. ഇപ്പോഴത്തെ തലമുറയുടെ കാര്യം അങ്ങനെയാണ്. അച്ഛൻ പറഞ്ഞിട്ട് ഞാനങ്ങ് ചെയ്ത്. എന്തുവാ ചെയ്ത്? എന്തിനാ ചെയ്ത്?
എന്താണ് ചെയ്തത്, എന്തിനാണ് ചെയ്തത്? അല്ലെങ്കിൽ ഗുരുക്കന്മാരാരെങ്കിലും പറഞ്ഞു എന്തെങ്കിലും ചെയ്യാം, അത് അങ്ങനെ അങ്ങ് ചെയ്തു. ഇത് എന്തിനു ചെയ്തു, എങ്ങനെ ചെയ്യുന്നു, ഒരു പിടിയില്ല. അങ്ങനെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. ബുദ്ധി, ഓർമ്മ, ശക്തി, അറിവ് ഇതെല്ലാം ഈശ്വരൻ തന്നിരിക്കുന്നത് ആത്മാവിന്റെ പരിശുദ്ധിക്ക് വേണ്ടുന്ന വിധത്തിൽ കർമ്മങ്ങൾ ചെയ്ത് ലോകത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് വ്യാപരിപ്പിച്ച് ശാരീരികമായ ക്ഷീണവും ബുദ്ധിക്ക് ഭ്രമവും ഒക്കെ സംഭവിപ്പിച്ച് പിന്നെ ആവശ്യമായ കാര്യങ്ങൾ വരുമ്പോ പിന്നെ ഒന്നിനും പറ്റാത്ത അവസ്ഥയാവും. ശങ്കരാചാര്യർ ഭജഗോവിന്ദത്തിൽ പാടിയിരിക്കുന്നത് പോലെ അവസാനം തലയ്ക്കും കൈ കൊടുത്ത് ഞാൻ ആലോചിച്ചിരിക്കാനേ പറ്റൂ. അപ്പൊ ബാല സമയത്ത് കളികളിൽ ഏർപ്പെട്ടു, കൗമാര സമയത്ത് കുമാരികളുമായിട്ട് അല്ലെങ്കിൽ കുമാരികൾ കുമാരന്മാരുമായിട്ടും ആ വിധത്തിൽ ജീവിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് നല്ല സമയം എല്ലാം കഴിഞ്ഞ് വൃദ്ധനായി കഴിഞ്ഞപ്പോ അവിടെ ഇരുന്ന് ആലോചിക്കുക, ദൈവമേ അന്ന് ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ എന്തോ ആയേ. അന്ന് എന്റെ അച്ഛനും അമ്മയും പറഞ്ഞതാണ് ഞാൻ ഇതൊക്കെ ഒന്ന് പഠിക്കാൻ, ഈശ്വരാരാധനയൊക്കെ ചെയ്യാൻ. അന്ന് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. വൃദ്ധസ്ഥാവൽ ചിന്താസക്ത പരനോ ന കോപി ബ്രഹ്മം എന്ന് വെച്ചാൽ ബ്രഹ്മത്തിൽ യാതൊരു ബന്ധവുമില്ല. എങ്ങനെ ബ്രഹ്മത്തോട് ബന്ധം ഉണ്ടാവാനാണ്? ഒരു അറിവും സ്വീകരിക്കുന്ന ഒരു കർമ്മവും ചെയ്തില്ല. അങ്ങനെ പോകരുത്. ഓ, മനുജന്മം എടുത്തവർ നഷ്ടമാക്കി കളയരുത്. അറിവിനെ എപ്പോഴും സ്വീകരിക്കാനുള്ള ഒരു തൃഷ്ണ ഓരോരുത്തരിലും ഉണ്ടാകണം. ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയമോ മറ്റു കാര്യമോ ഒന്നും പറയുകയല്ല. ഇപ്പോൾ നമ്മുടെ കേരള മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വി ഡി സതീശൻ എന്ന ആ ബഹുമാന്യ വ്യക്തിത്വം ഇന്ന് മാതൃഭൂമിയിൽ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖ സംഭാഷണമുണ്ട്. കൂടാതെ പല മാധ്യമങ്ങളിൽ കൂടിയും പല കാര്യങ്ങളും അറിയുന്നുണ്ട്. വളരെ അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. ഒരു പാർട്ടിക്കുണ്ടായ വിജയമല്ല ഞാൻ ഈ പറയുന്നത്. ഉന്നതമായ ഒരു വിജ്ഞാന സംഭരണത്തിനുള്ള ആഗ്രഹമുള്ള മനുഷ്യന്, അതിനുവേണ്ടി അനേകം പുസ്തകങ്ങൾ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അതിൻ്റെതായ അറിവ് അദ്ദേഹത്തിന്റെ ഓരോ സംസാരത്തിലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആഴത്തിൽ ഇറങ്ങി ഓരോന്നിനെയും പഠിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഏത് കാര്യത്തെ ചോദിച്ചാലും കൃത്യമായിട്ട് അദ്ദേഹം സംസാരിക്കും. ആ വിധത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അപ്പോ അതിൻ്റെതായ പക്വത അദ്ദേഹത്തിൽ നിലനിൽക്കുകയാണ്. അഭിമാനപൂർവ്വം നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു സമയമാണ്. കാരണം അറിവുള്ളവരാണ് നമ്മളെ നയിക്കേണ്ടത്. എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ഇരുന്നവർക്ക് അറിയില്ല എന്നൊന്നുമല്ല, കുറച്ചുകൂടി അറിവ് ഇദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതൊരു പാർട്ടിയെയും നിന്ദിച്ച് പറയുന്നതല്ല. ഒരു ബഹുമുഖ പ്രതിഭ നമ്മുടെ മുന്നിൽ വരുമ്പോ തീർച്ചയായും അതിനെ അംഗീകരിക്കണം. അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത് പറഞ്ഞത് എന്തിനാണ്? നിങ്ങൾക്കും ആ ഒരു വ്യവസ്ഥ ഉണ്ടാവണം. ത്രേതായുഗത്തിന്റെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അതാണ്. ക്രേതയിൽ അറിവിനെ സ്വീകരിക്കാനുള്ള നിയമങ്ങളാണ്. തപസ് അതിനു വേണ്ടിയാണ്. ക്രേതയിൽ എന്തായിരുന്നു നിയമം? തപസ്സായിരുന്നു. തപസ് എന്തിനു വേണ്ടിയാണ്? അറിവിനെ സ്വീകരിപ്പാൻ വേണ്ടിയാണ്. നമുക്ക് സത്യമാകുന്ന ജീവിതം തപസ്സായി ഭഗവാൻ തന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അറിവിനെ കൂടുതൽ കൂടുതൽ ആത്മാവിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയാണ്. അറിവിനെ സ്വീകരിച്ചെങ്കിലേ ക്രേതായുഗം പൂർത്തിയാവുകയുള്ളൂ. ആ സ്വീകരണത്തിലൂടെ നമ്മളിലുണ്ടായ അറിവ്
നവീകരണത്തിലൂടെ നമ്മളിലുണ്ടായ അറിവ് ആ നന്മതിന്മകളെ വേർതിരിക്കുന്നു. നന്മതിന്മകളെ വേർതിരിക്കുന്നു. അപ്പൊ തിന്മയെ നമ്മൾ യാഗം കഴിക്കുന്നു. തിന്മയെ നമ്മൾ യാഗം കഴിക്കുന്നു. ആ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞെങ്കിലല്ലേ തിന്മയെ ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. തിന്മയെ തിരിച്ചറിഞ്ഞെങ്കിലല്ലേ തിന്മയെ ഉപേക്ഷിക്കാൻ. ഇപ്പൊ നമ്മുടെ ആത്മലാലിനോട് സംസാരിച്ചപ്പോൾ റോസാപ്പൂവിന്റെ കഥ പറഞ്ഞു. ആത്മലാൽ ഭക്തനോട് സംസാരിച്ചപ്പോൾ റോസാപ്പൂവിന്റെ കഥ പറഞ്ഞു. അപ്പൊ അറിവുള്ളവർ റോസയുടെ സൗരഭ്യവും ആ ഗുണവും ആസ്വദിക്കുമെന്ന് പറഞ്ഞു. അറിവുള്ളവർ റോസയുടെ സൗന്ദര്യവും സൗരഭ്യവും ആസ്വദിക്കുമെന്ന് പറഞ്ഞു. അതോടൊപ്പം അവർക്ക് മറ്റൊരു അറിവ് കൂടി ഉണ്ട്. അതോടൊപ്പം അവർക്ക് മറ്റൊരു അറിവ് കൂടി ഉണ്ട്. മുള്ളിന്റെ കണക്കെണ്ണുന്നത് അത് മാത്രം കാണുന്ന കാര്യമാണ് മറ്റൊന്ന് സൂചിപ്പിച്ചത്. മുള്ളിന്റെ കണക്കെണ്ണുന്നത് മാത്രം പറയുന്ന കാര്യമാണ് മറ്റൊന്ന് സൂചിപ്പിച്ചത്. അതങ്ങനെയല്ല. മുള്ളതിൽ ഉണ്ട് എന്ന തിരിച്ചറിവോടുകൂടിയേ റോസയെ സമീപിക്കാവൂ. മുള്ളതിലുണ്ട് എന്ന തിരിച്ചറിവിൽ കൂടിയേ റോസയെ സമീപിക്കാവൂ. നല്ല പൂവാണല്ലോ നല്ല മണമാണല്ലോ എന്ന് പറഞ്ഞ് കുനിഞ്ഞങ്ങി എന്നങ്ങ് അമർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ മുള്ളു മുഖത്ത് കൊള്ളും. നല്ല പൂവാണല്ലോ നല്ല മണമാണല്ലോ എന്ന് കരുതിയ കുനിഞ്ഞങ്ങ് അമർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ മുള്ളു മുഖത്ത് കൊള്ളും. റോസയുടെ സുഗന്ധം കിട്ടുകയും ചെയ്യും, മുഖത്തൊക്കെ മുറിവും കിട്ടും. അപ്പൊ ഇത് രണ്ടും അറിയണം. അതിനാ ഈ അറിവ് സ്വീകരിക്കുന്നത്. അറിവുള്ളവർക്കേ ഇത് രണ്ടും അറിയാൻ പറ്റൂ. അറിവുണ്ടെങ്കിലേ തിന്മ ഉപേക്ഷിക്കാൻ പറ്റൂ. അപ്പൊ അതിൽ മുള്ളുണ്ട് എന്ന അറിവിൽ കൂടി ചെന്ന് മുള്ളില്ലാത്ത ഭാഗം നോക്കി കൈകൊണ്ട് പിടിച്ച് അതിനെ മണപ്പിക്കുകയോ അല്ലെങ്കിൽ അടർത്തിയെടുക്കുകയോ ഒക്കെ ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതുകൊണ്ട് എന്തെല്ലാം നടക്കുമോ അതെല്ലാം നമുക്ക് ചെയ്യാം. അറിവില്ലെങ്കിൽ എന്ത് പറ്റും? ഓടിച്ചെന്ന് ഈ നിറം കണ്ടോണ്ട് അതിനെ അങ്ങ് പിടിക്കും. കയ്യിലെല്ലാം മുള്ളുകൊള്ളും അല്ലെങ്കിൽ മുഖത്ത് മുള്ളുകൊള്ളും. അപ്പോ ത്രേതയിലെ നിയമം പൂർത്തിയാകണമെങ്കിൽ അറിവ് സ്വീകരിച്ച് തിന്മയെ യാഗം കഴിക്കണം. തിന്മയെ യാഗം കഴിക്കുമ്പോൾ പിന്നെ നമ്മളിൽ എന്താണ് അവശേഷിക്കുന്നത്? നന്മയാണ്. നന്മ നമ്മുടെ ഉള്ളിൽ നിലനിർത്തുമ്പോൾ നമ്മളിൽ ഒരു വിശുദ്ധി ഉണ്ടാകും. വിശുദ്ധി എന്ന് പറയുന്നത് പ്രകാശമാണ്. അത് ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ഇതിന് അടിസ്ഥാനമായി നിൽക്കുന്ന അറിവിന്റെ ഉടമസ്ഥനെ പൂജിക്കുക, ആരാധിക്കുക. അപ്പോഴാണ് ദ്വാപരയിലെ നിയമം പൂർത്തിയാകുന്നത്. അപ്പോൾ നിരന്തരമായ ആരാധന ഹൃദയത്തിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ ആ പ്രകാശം അങ്ങനെ വർദ്ധിതമായി ബഹിർഗമിക്കാൻ തുടങ്ങും. ആ സ്വയം പ്രകാശം പുറത്തേക്ക് ബഹിർഗമിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി ഭവിക്കും. അങ്ങനെ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി വരത്തക്ക വിധം ഈ പ്രകാശത്തെ പ്രകാശിപ്പിക്കുന്നതാണ് നാമസങ്കീർത്തനം. അപ്പോഴാണ് കലിയുഗ വ്യവസ്ഥ പൂർത്തിയാകുന്നത്. ഇങ്ങനെ ഒരു ജന്മം കൊണ്ട് ത്രേതയിലെ തപസ്സും ത്രേതയിലെ യാഗവും ദ്വാപരയിലെ പൂജയും കലിയുഗത്തിലെ നാമവും പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ കലിയുഗത്തിലെ മോക്ഷം നാമസങ്കീർത്തനം കൊണ്ടുണ്ട് എന്ന സത്യം നിങ്ങളിൽ അനുഭവമാവുകയുള്ളൂ. കലിയുഗത്തിലെ മോക്ഷം നാമസങ്കീർത്തനം കൊണ്ട് സിദ്ധിക്കുമെന്നുള്ള സത്യം ബോധ്യമാക്കുന്നു. കലിയുഗത്തിലെ മോക്ഷം സിദ്ധിക്കുമെന്നുള്ള സത്യം ബോധ്യമാക്കുന്നു. അറിയിച്ചിരിക്കുന്ന അറിവിൽ കൂടി നിരന്തരം ജീവിതം ചെയ്താൽ അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ ബോധ്യപ്പെടണം. ചില ആളുകളൊക്കെ സത്യം കേട്ടിട്ട് അങ്ങനെ മിടുക്കന്മാരായി മിടുക്കുകളായി നടക്കുന്നുണ്ട്. കുറെ കാലം കഴിഞ്ഞ് ചോദിക്കുമ്പോൾ ഉപദേശം പഠിച്ചോ? ഇല്ലേ, പഠിച്ചില്ല. ഇപ്പൊ ഇച്ചിരി ഒരു കാര്യം കൂടെ തീരാണ്ട, തീർന്നിട്ട് വന്നിട്ട് ഞാൻ അങ്ങ് പഠിച്ചിട്ട് എന്തിനാ ഇത്?
ഈ വേലത്തിലൊക്കെ എന്തിനാണ്? വേലയും വേലത്തിലൊക്കെ നിയമത്തിൽ ജീവിക്കാൻ തീരുമാനിച്ചോ? നിയമത്തിൽ ജീവിക്കാൻ തീരുമാനിച്ചു. നിയമം അങ്ങ് സ്വീകരിക്കണം, നിയമം അങ്ങ് സ്വീകരിക്കണം. പരിപൂർണമായിട്ട് അങ്ങ് സ്വീകരിക്കണം. പരിപൂർണമായിട്ട് അങ്ങ് സ്വീകരിക്കണം. ഉപദേശം പഠിക്കണം. ഉപദേശം പഠിക്കണം. അക്ഷരം പഠിക്കാതെ പുസ്തകം വായിക്കാൻ പറ്റുകയില്ല. അക്ഷരം പഠിക്കാതെ പുസ്തകം വായിക്കാൻ അറിയിക്കുന്ന അറിവുകൾ നിന്റെ ആത്മാവിൽ എഴുതപ്പെടണമെങ്കിൽ ആദ്യം നീ ഉപദേശം പൂർത്തിയാക്കണം. അറിയിക്കുന്ന അറിവുകൾ നമ്മുടെ ആത്മാവിൽ എഴുതപ്പെടണമെങ്കിൽ ആദ്യം നമ്മൾ ഉപദേശം പഠിക്കണം. എങ്കിലേ ആ പൂർത്തീകരണം അനുഭവപ്പെടുകയുള്ളൂ. എങ്കിലേ ആ പൂർത്തീകരണം അനുഭവം. എങ്കിലേ നിന്റെ അന്ധകാരങ്ങൾ ഒഴിയുള്ളൂ. എങ്കിലേ നമ്മുടെ അന്ധകാരങ്ങൾ ഒഴിയും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ താരാസ്തുതി. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആദ്യ സമയത്ത് നമ്മുടെ താരാസ്തുതി നടക്കുമ്പോ ഇരിക്കുന്ന വിളക്ക് തട്ടിക്കളയുന്നു, കതവ് തല്ലി പൊളിക്കുന്നു, ഇരിക്കുന്നവരെ ഇടിക്കുന്നു, ബഹളം ചാടുന്നു, എന്തെല്ലാം കോപ്രായങ്ങളായിരുന്നു. ഇതെല്ലാം ബഹളങ്ങളായിരുന്നു. ഇത് എന്താ കാരണം? അന്ധകാരം അങ്ങ് ബന്ധിച്ചിരിക്കുകയാണ് ഓരോ ആത്മാവിനെ. അന്ധകാരം അങ്ങ് ബന്ധിച്ചിരിക്കുകയാണ്. ഈ ചൈതന്യം കാണുമ്പോൾ ഒരു വിഭ്രമമാണ്. ഈ ചൈതന്യം കാണുമ്പോൾ ഇവിടെ ഒരു മഹാഗ്നി അങ്ങനെ ജ്വലിപ്പിച്ചുകൊണ്ടാണ് താരാസ്തുതി നടത്തുന്നത്. എന്തിനു വേണ്ടി? ഈ അജ്ഞാനം മുഴുവൻ ഇതിലേക്ക് വഹിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ ഇതിന്റെ ആ ജ്വാല കാണുമ്പോൾ ഈ അന്ധകാരം കുടിയിരിക്കുന്ന ആത്മാക്കളൊക്കെ അങ്ങനെ പറവറക്കാൻ തുടങ്ങും. എല്ലാം കൂടെ കിടന്ന് ബഹളം തന്നെ. ഓ പിടിക്കുന്നു, സത്യം ജയിപ്പിക്കുന്നു, ഒഴിച്ചു വിടുന്നു എന്ന് വേണ്ട എന്തോ ഒരു കോലാഹലമായിരുന്നു. എന്നാൽ ജന്മാന്തരജ്ഞാനോപദേശം പഠിച്ചിട്ടേ ഇനി സ്തുതിക്കിരുത്തു എന്ന് തീരുമാനം വന്നപ്പോ ഇപ്പൊ ഈ ബഹളങ്ങളൊന്നുമില്ല. എത്ര ശാന്തമായിട്ടാണ് നമ്മുടെ സ്തുതി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? ഈ പ്രകാശം, ജന്മാന്തരജ്ഞാനം എന്ന പ്രകാശം നിന്റെ അന്തരാത്മാവിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ നിന്നിൽ കുടികൊണ്ടിരുന്ന അന്ധകാരങ്ങളൊക്കെ അകന്നുപോയി. പിന്നെ നമുക്ക് ഈ അഗ്നി, ഈ ഹോമാഗ്നിയെ കാണുമ്പോൾ പിന്നെ ആകർഷണമാണ്. ഓ എത്രത്തോളം അതിനെ അങ്ങനെ ആവാഹിക്കാൻ പറ്റും, അത്രത്തോളം ആവാഹിക്കാനുള്ള ആഗ്രഹവും ആർത്തിയുമാണ് വർദ്ധിക്കുന്നത്. പിന്നെ ഭ്രമമുണ്ടാകുന്നില്ല, ചഞ്ചലം ഉണ്ടാകുന്നില്ല, അതിനോട് ഭയം തോന്നുന്നില്ല. കാരണം ഇത് ഈ അഗ്നിയും ഞാനും ഒന്നാണെന്നുള്ള തിരിച്ചറിവിലേക്കാണ് എത്തുന്നത്. അതാണ് ജ്വലിപ്പിച്ചു വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ അന്ധകാരാവസ്ഥകളെ മുഴുവൻ ഇല്ലാതെയാക്കുവാൻ കഴിവുള്ള ഈ ജന്മാന്തര ജ്ഞാനം പഠിക്കാതെ ആ ഒഴിവൊക്കെ പറഞ്ഞു നടന്നാലൊന്നും മിടുക്കന്മാരും മിടുക്കുകളും ആവുകയില്ല. അതുകൊണ്ട് എത്രയും വേഗം ഇനിയും പഠിക്കാനുള്ളവർ പഠിക്കുക. ഞാനൊരു അറിയിപ്പായി വീണ്ടും അറിയിക്കുകയാണ്. കാരണം അത് നിങ്ങളുടെ അത്യാവശ്യമായി നിങ്ങൾ സ്വയം കരുതണം. എങ്കിലേ അതിന്റെ പ്രയോജനം അനുഭവിക്കാൻ പറ്റൂ. ഇപ്പോ ഒരു ചൈന ഭാഷയിൽ എഴുതിയ ഒരു പുസ്തകം, ഇന്ന് നിങ്ങളുടെ എല്ലാം കയ്യിൽ ഓരോ പുസ്തകം ഞാൻ തന്നുവിടുക, നാളെ അടുത്ത ആഴ്ച വായിച്ചിട്ട് വരണമെന്ന് പറഞ്ഞ് തന്നാൽ ചൈനീസ് ഭാഷയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ മൊബൈലിനകത്ത് പരിപാടിയുണ്ട്. ഇപ്പൊ പിള്ളേർ വിചാരിക്കും ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യും അല്ലേ? അങ്ങനല്ലേ ചിന്തിച്ചേ? പക്ഷെ എല്ലാം ശരിയായിരിക്കില്ല. പക്ഷേ അതല്ലല്ലോ എന്റെ ശരിയായ വഴി. അത് വായിക്കണമെങ്കിൽ ആ ഭാഷ പഠിച്ചിരിക്കണം. ദേവഭാഷ പഠിക്കണം, ദേവഭാഷ പറയണം. ദേവഭാഷ പഠിക്കണം, നാം ദേവഭാഷ പറയണം. ദേവഭാഷ തന്നെയല്ലോ ആത്മഭാഷയായത്. ദേവഭാഷ പഠിക്കണം, നാം ദേവഭാഷ പറയണം. ദേവഭാഷ തന്നെയല്ലോ ആത്മഭാഷയായത്. ആത്മാവിന്റെ ഉടമസ്ഥൻ ദാനം ചെയ്യുന്ന ഈ ആത്മജ്ഞാനം, അത് നമുക്ക് സംസാരിക്കുന്ന ഭാഷ, നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലേക്ക് രൂപപ്പെടുത്തി ഭഗവാൻ ഇത്ര ലളിതമായതിനെ അവതരിപ്പിച്ചു തന്നപ്പോൾ വേണ്ടതുപോലെ ആർത്തിപ്പെട്ടതിനെ സ്വീകരിക്കേണ്ടത് ഈ സത്യം കേട്ട ഓരോരുത്തരുടെയും കടമയാണ്. അതൊരു നിസ്സാര കാര്യമല്ല, നിസ്സാരമായി കരുതുകയും ചെയ്യരുത്. കാരണം നിന്റെ പരിപൂർണ മോക്ഷത്തിൽ
മോക്ഷത്തിനുള്ള പരിപൂർണ നിയമമാണ് അതിൽ പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ പരിപൂർണ മോക്ഷത്തിനുള്ള പരിപൂർണ നിയമമാണ് അതിൽ ഇതിൽ പെടുത്തിയിരിക്കുന്നത്. കവിഞ്ഞൊരു തത്വം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകാനുമില്ല. അതിൽ കവിഞ്ഞൊരു തത്വം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകും. സൃഷ്ടി ഉത്ഭവത്തിന് മുൻപ് മുതൽ സൃഷ്ടി വരെയും, സൃഷ്ടി ഉത്ഭവത്തിന് മുൻപ് മുതൽ സൃഷ്ടി വരെയും, സൃഷ്ടി ആരംഭം മുതൽ ഈ നിമിഷം വരെയും, സൃഷ്ടി ആരംഭം മുതൽ ഈ നിമിഷം വരെ, സൃഷ്ടിക്ക് ശേഷവുമുള്ള സൃഷ്ടിക്ക് ശേഷം എല്ലാ വ്യവസ്ഥകളെയും പൂർത്തീകരിച്ചു വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് ജന്മാന്തര എല്ലാ ജ്ഞാനോപദേശം. വ്യവസ്ഥകളെയും പൂർത്തീകരിച്ചു വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് അത് ജന്മാന്തര ജ്ഞാനം. സർവജ്ഞാനമാണ്. സർവജ്ഞാനം കൊണ്ടു സർവ സൃഷ്ടികളുമുള്ളവായി, ഈ സർവജ്ഞാനം കൊണ്ടു സർവ സൃഷ്ടികളുമുള്ളവായി, ഈ സൃഷ്ടിക്കുള്ളിൽ മർത്യനെയും രൂപപ്പെടുത്തി, സർവജ്ഞാനം കൊണ്ടു സർവ സൃഷ്ടികളുമുള്ളവായി, സൃഷ്ടിക്കുള്ളിൽ മർത്യനെയും രൂപപ്പെടുത്തി, ഈ ബഹുജന്മാർജിത പുണ്യ കർമ്മഫലമേ ഹോമിച്ചു, ബഹുജന്മാർജിത പുണ്യ കർമ്മഫലമേ ഹോമിച്ചു, രൂപപ്പെട്ടു വന്നതാണ് ഈ മർത്യജന്മം. രൂപപ്പെട്ടു വന്നതാണ് ഈ മർത്യജന്മം. ബഹുജന്മാർജിത പുണ്യ കർമ്മഫലം ഭവിച്ചു, രൂപപ്പെട്ടു വന്നതാണ് ഈ മർത്യജന്മം. നഷ്ടമാക്കി കളയല്ലേ മനുജന്മം ലഭിച്ചവർ, നഷ്ടമാക്കി കളയല്ലേ മനുജന്മം ലഭിച്ചവർ, നഷ്ടമാക്കി കളയല്ലേ മനുജന്മമെടുത്തവർ, എത്ര കോടി ജന്മമെടുത്തതിൻ ഫലമേ, നഷ്ടമാക്കി കളയല്ലേ മനുജന്മമെടുത്തവർ, എത്ര കോടി ജന്മത്തിന്റെ ഫലമാണിത്, എത്ര കോടി ജന്മത്തിന്റെ ഫലമാണിത്, മനുജന്മം ഈശ്വരത്വമായി വളർന്നുയരുവാൻ, മനുജന്മം ഈശ്വരത്വമായി വളർന്നുയരുവാൻ, മനുജന്മം ഈശ്വരത്വമായി വളർന്നുയരുവാൻ, മനുജന്മം ഈശ്വരത്വമായി വളർന്നുയരുവാൻ, ഈശ്വരന്റെ ജ്ഞാനങ്ങളെ ഗ്രഹിച്ചുകൊള്ളുക, ഈശ്വരന്റെ ജ്ഞാനങ്ങളെ ഗ്രഹിച്ചുകൊള്ളുക, മനുജന്മം ഈശ്വരത്വമായി വളർന്നുയരുവാൻ, ഈശ്വരന്റെ ജ്ഞാനങ്ങളെ ഗ്രഹിച്ചുകൊള്ളുക, ഈശ്വരന്റെ ജ്ഞാനങ്ങളെ ഗ്രഹിച്ചുകൊള്ളുക, ജ്ഞാനത്താലെ ഉളവായ ആത്മാവിന്റെ പൂർണ്ണമോക്ഷം, ജ്ഞാനത്താലെ ഉളവായ ആത്മാവിന്റെ പൂർണ്ണമോക്ഷം, ജ്ഞാനം കൊണ്ടു സിദ്ധിക്കുമെന്നറിഞ്ഞുകൊള്ളുക, ജ്ഞാനത്താലെ ഉളവായ ആത്മാവിന്റെ പൂർണ്ണമോക്ഷം, ജ്ഞാനം കൊണ്ടു സിദ്ധി
അതിനായി ഗ്രഹിക്കുക, അതിലേക്കു ലയിക്കുക. 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 ആനന്ദമാം ആനന്ദത്തിൻ ഭാഗമാകുക. ആനന്ദമാം ആനന്ദത്തിൻ ഭാഗമാകുക. അതിനായി ഗ്രഹിക്കുക, അതിലേക്കു ലയിക്കുക. ആനന്ദമാം ആനന്ദത്തിൻ ഭാഗമാകുക. ആനന്ദമാം ആനന്ദത്തിൻ ഭാഗമാകുക. അപ്പോൾ ഉന്നതമായി സർവജ്ഞാനം കൊണ്ട് മാത്രമേ ഒരു സമ്പൂർണ്ണ മോക്ഷം ആത്മാവിൽ കരസ്ഥമാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇനിയെങ്കിലും ഉപേക്ഷ വിചാരിക്കാതെ പരിപൂർണമായി ഇത് ഗ്രഹിക്കുവാൻ ഓരോരുത്തരും സന്നദ്ധരാകുക. അനേകം കാര്യങ്ങൾ, ശുഭാനന്ദ അവതാര കർമ്മങ്ങൾ നിങ്ങളിൽ കൂടി പൂർത്തിയാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇതെല്ലാം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മഹത്വവും അതിന്റെ വലിപ്പവും അതിന്റെ പ്രാധാന്യവും ഒക്കെ ഒന്ന് ചിന്തിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് എത്രയും വേഗം ഇതെല്ലാം കരസ്ഥമാക്കാൻ, ഭഗവത് കർമ്മങ്ങളെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ സന്നദ്ധരായി തീരുവാൻ ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. അപ്രകാരം ലോകോപകാരമായി തിരുവവതാരമായി വന്നു വാഴുന്ന ജഗദീശ്വരൻ ഇപ്രകാരം ഒരു അത്ഭുത വാഴ്ച നടത്തി 69-ാം തിരുവയസ്സിൽ ആ ദേഹം ഉപേക്ഷിച്ച് പോകുമ്പോൾ ദേഹം മാത്രമേ പോയുള്ളൂ, ദേഹി എങ്ങും പോയില്ല. ഒരിക്കലും മാറാത്തതും മറയാത്തതുമായ വസ്തുവാണ് ശുഭാനന്ദ രൂപം. ആ വസ്തു മാറിപ്പോയാൽ പിന്നെ യാതൊരു ഒന്നും ഈ ലോകത്തിൽ കാണുകയില്ല. ആ സ്ഥാവര ജലമായ ആഴത്തിൽ ലയിക്കുമെന്ന് പറയുന്നത് പോലെ സർവ്വതും അതിലേക്ക് അങ്ങ് ലയിച്ചു പോകും. ആ ഈ ശുഭാനന്ദ ലോകത്തിൽ നിന്ന് മാറിയാൽ. അതുകൊണ്ട് മാറ്റമില്ലാത്ത പരമഗുരു ലോകാന്ത്യം വരെ വാഴുവാൻ തീരുമാനം ചെയ്തു. അപ്രകാരം തിരിച്ചുദയമായി വന്നു. ഉത്രാടത്തിലേക്ക് ഉദയമായി നിന്നുകൊണ്ട് അകന്നുപോയവരെയും അറിയാത്തവരെയും എല്ലാം മാടി വിളിച്ചു, വരിക വരിക ആത്മാക്കളെ ആനന്ദത്തിൽ ചേരുവാൻ. വരിക വരിക ആത്മാക്കളെ ആനന്ദത്തിൽ ചേരുവാൻ. വരിക വരിക ആത്മാക്കളെ ആനന്ദത്തിൽ ചേരുവാൻ. അതിവരാത്ത പരമസുഖം ആത്മാവിൽ ഭവിക്കുവാൻ. വരിക വരിക ആത്മാക്കളെ ആനന്ദത്തിൽ ചേരുവാൻ. മതിവരാത്ത പരമസുഖം ആത്മാവിൽ ഭവിക്കുവാൻ. അങ്ങനെ മാടി വിളിച്ചു, സ്നേഹവാത്സല്യങ്ങൾ പകർന്നു നൽകി. ഏതു ദുഃഖവുമായി ആര് വന്നാലും അപ്പോഴേ ആ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ ദുഃഖങ്ങൾ ആകെ ഇവിടെ ഇറക്കി വെച്ച് സുഖവുമായി മാത്രമാണ് ആളിനെ തിരികെ അയക്കുന്നത്. അങ്ങനെ സുഖം പകർന്നു നൽകി സുഖസ്വരൂപനാണ് പരമഗുരു എന്ന് തെളിയിച്ചറിയിച്ച് അനുഭവപ്പെടുത്തിക്കൊണ്ട് ആനന്ദ നടനമാടിയ ആനന്ദജി ഗുരുദേവന്റെ 102ാമത് ഉത്രാടം ജന്മനക്ഷത്ര മഹോത്സവം ഗംഭീരമായി ആഡംബരമായി ആനന്ദമായി നടത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് കൈയടിച്ചു കേട്ടാൽ
ഓ നിഷ്കളങ്ക ഭക്തിയോടുകൂടി നിങ്ങൾ ഒരുക്കപ്പെടട്ടെ. ഭക്തിയോടുകൂടി നമ്മൾ ഒരുക്കപ്പെടും. ഉന്നതമായ ആ ദിനത്തിൽ ആ നിലനിർത്തിയിരിക്കുന്ന ആനന്ദാതിരേകം ഓരോ ഹൃദയങ്ങളിലും നുകർന്ന് അനുഭവിക്കുവാൻ തക്കവിധം ഈശ്വരൻ നിങ്ങളെ ഒരുക്കട്ടെ. ആ ഉന്നതമായ നിലയിൽ അതെല്ലാം നടത്തപ്പെടട്ടെ. ഘോഷയാത്ര ആ ഉന്നതനാകുന്ന ദൈവം മഹാതപസ് കഴിഞ്ഞ് ആദ്യമായി വന്നു ചേർന്ന ജനിത്തല പ്രദേശത്ത് നിന്ന് നാലാം തിരുശരീര വാഴ്ചയ്ക്കായി സർവശക്തി തിരഞ്ഞെടുത്ത ആ മഹാതിരുവുടലിന്റെ ജന്മസ്ഥലമായ ജനിത്തലയിൽ നിന്ന് ആ ആരംഭിക്കുന്ന മഹാഘോഷയാത്ര. അന്ന് ഇത് ആരംഭിക്കുന്ന സമയത്ത് ആർക്കും അതിന്റെ പ്രാധാന്യം അത്രത്തോളം അറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരു തിരുവുടലിനെ ഇവിടെ രൂപപ്പെടുത്തുന്നു എന്ന് അന്ന് ആരും അറിഞ്ഞിരുന്നില്ല. അതും രൂപപ്പെടുത്തി എടുത്തതാണ്. ആ വിധത്തിലുള്ള ജനിത്തല പ്രദേശത്തിൽ ആ ഭഗവാൻ തന്നെ നിർമ്മിച്ച ആനന്ദ മന്ദിരത്തിൽ നിന്ന് നമ്മുടെ ജന്മനക്ഷത്ര ഘോഷയാത്ര ആരംഭിക്കും. ആ ഘോഷയാത്രയായി വന്നു ചേരുമ്പോൾ ആ നിങ്ങൾ കൊണ്ടുവരുന്ന നേർച്ചകളും കാഴ്ചകളും എല്ലാം സ്വീകരിച്ച് ആനന്ദമായി നമ്മുടെ ആരാധന നടത്തപ്പെടും. അത് കഴിഞ്ഞാൽ സമൂഹ സദ്യയാണ്. അത് കഴിഞ്ഞാൽ സമ്മേളനമാണ്. അത് കഴിഞ്ഞാൽ എന്താണ്? പ്രകാശയാത്ര. സ്ത്രീ പുരുഷ ഭേദമന്യേ ഭക്തജനങ്ങൾ ആത്മബോധോദയ സംഘ വിശ്വാസികൾ ദീപത്താലങ്ങളുമായി നടത്തുന്ന പ്രകാശയാത്ര. ആ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രകാശയാത്ര നടന്നപ്പോൾ കുറച്ചു പേരൊക്കെ താലം കയ്യിലില്ലാതിന്റെ കൂടെ നടക്കുന്ന കണ്ടു. ചില പ്രത്യേക കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് താലവുമായി നടക്കാൻ പറ്റുകയില്ല. ആ എണ്ണ ഒഴിച്ചു കൊടുക്കുക, വാഹനങ്ങളെ നിയന്ത്രിക്കുക, രഥം കൈകാര്യം ചെയ്യുക, അതുപോലെ അനൗൺസ്മെന്റ് വാഹനങ്ങള്, ചെണ്ടമേളം എന്ന് വേണ്ട അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് താലം കൊണ്ട് നടക്കാൻ പറ്റുകയില്ല. അത് അവരെ ഞാൻ അതിനുവേണ്ടി നിയോഗിച്ചതാണ്. അതിനകത്ത് കുറ്റമില്ല. അല്ലാതെ ദീപത്താലമില്ലാതെ അതിനകത്ത് പങ്കെടുക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ എല്ലാവരും അതിന്റെ ടെക്നിക്കുകളൊക്കെ പഠിച്ചു. ആ ഒരു ദീപം കൈ കൊണ്ടു നടക്കാനുള്ള കാര്യങ്ങളൊക്കെ വളരെ രഹസ്യമായി തന്നെ അവരവരുടെ കയ്യിൽ സൂക്ഷിക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ എല്ലാം ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു യാത്ര പോകുമ്പോൾ ഒരു ബാഗിനകത്തായാലും കരുതാവുന്നതേ ഉള്ളൂ. ചെറിയൊരു ഹാൻഡ് ബാഗിനകത്ത് കരുതാവുന്ന അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ആദ്യം നമ്മളിത് ചെയ്തപ്പോ എന്തെല്ലാം ഒരുക്കങ്ങളായിരുന്നു. കാരണം ആർക്കും അറിയില്ല ഇതെങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അറിയില്ല. അപ്പം ഓരോരുത്തർ വിളിക്കുന്നു, പറയുന്നു, ഓരോ അഭിപ്രായങ്ങൾ എടുക്കുന്നു. എള്ള് വേണം, അരി വേണം, മറ്റേത് വേണം, തേങ്ങ വേണം, അങ്ങനെ വേണ്ട, കിഴി കെട്ടണം എന്ന് വേണ്ട എന്തെല്ലാം കോലാഹലം. ഇപ്പം ഇതൊന്നുമില്ല. വളരെ ശാന്തമായിട്ട് ഒരു ദീപം തെളിയിക്കുക എന്നുള്ളതാണ്. അതിനെ അണയാതെ കൊണ്ടുവന്ന് എത്തിക്കുക. സന്നിധിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനെ അണച്ച് ഗുരുവിങ്കിലേക്ക് സമർപ്പിക്കുക. ഇത് നമ്മുടെ ഒരു ആദർശ യാത്രയുടെ ബാഹ്യ പ്രകടനമാണ്. നമ്മുടെ ആദർശ ജീവിതത്തിന്റെ ബാഹ്യ പ്രകടനമാണ്. ആത്മബോധം എന്ന ദീപം കെടാവിളക്കായി വെച്ച് ത്രിഗുണമാം ത്രിമധുരം കാഴ്ചവെക്കണമെന്ന് ഉപദേശിച്ച ആ സദ്ഗുരുവിന്റെ നാമത്തിൽ ഒത്തുചേർന്ന് ജീവിക്കുന്ന എന്റെ ഓമന കുഞ്ഞുങ്ങൾ ആ അണിയണിയായി ദീപങ്ങളുമായി യാത്ര ചെയ്യുമ്പോൾ ആ ദീപത്തിൽ നിന്ന് ഉതിരുന്ന പ്രകാശമല്ല, ആത്മനാഥൻ നിങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രകാശത്തെയാണ് ലോകത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അതിന് പ്രകാശയാത്ര എന്ന് പേരിട്ടത്. അണയുന്ന പ്രകാശമല്ല, അണയാത്ത പ്രകാശത്തെ ലോകത്തിലേക്ക് കൊടുക്കുവാനാണ് നമ്മൾ പ്രകാശയാത്ര നടത്തുന്നത്. പ്രകാശയാത്ര, 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 ശുഭാനന്ദാദർശ പ്രകാശ
പ്രകാശയാത്ര അന്ധത തീർക്കാൻ അവതാരമായ അന്ധത തീർക്കാൻ അവതാരമായ അവതാര പുരുഷന്റെ പ്രകാശയാത്ര അന്ധത തീർക്കാൻ അവതാരമായ വളരെ ശ്രദ്ധയോടെ വളരെ ശ്രദ്ധയോടെ, ഭക്തിയോടെ ആ പ്രകാശയാത്രയിൽ പങ്കെടുക്കുക. ആ പ്രകാശയാത്രയിൽ പങ്കെടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് സേവ, അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഉന്നതമായ ഒരു കഥകളി. ഉന്നതമായ ഒരു കഥകളി. കഥകളി എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്തന്മാർക്ക് ആർക്കും വലിയ കൗതുകമുള്ള കാര്യമല്ല. കഥകളി എന്ന് പറയുമ്പോൾ ഭക്തന്മാർക്കാർക്കും അത്ര കൗതുകമുള്ള കാര്യം. കഥകളി ഇഷ്ടമുള്ളവരില്ല എന്ന് കൈപൊക്കി. സത്യമേ പറയാവൂ, ഇത് സ്ഥലം വേറെയാ. സത്യമായിട്ട് ഒന്ന് പൊക്കിയേ കഥകളി ഇഷ്ടമുള്ളവർ. ശരിക്കും ഇത്രയും പേർക്ക് ഇഷ്ടമാണോ? ആഹാ, അത് വലിയ അത്ഭുതമായിരിക്കുന്നുണ്ട്. സാധാരണ കഥകളി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ വലിയ വലിയ ഷോറൂമിൻ്റെ ഒക്കെ മുമ്പിൽ ഒരു വേഷം കെട്ടിക്കൊണ്ട് ഒരാൾ ഇങ്ങനെ നിൽക്കും, ഒരു കമ്പൊക്കെ പിടിച്ചോണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്ന് അദ്ദേഹത്തിന് ഒരു ശമ്പളം കിട്ടും. ഇപ്പോൾ അതാ ഇപ്പോൾ കഥകളി. അതാണ് കഥകളി. അല്ലെങ്കിൽ പിന്നെ അതേപോലെ രൂപം ഉണ്ടാക്കി ഫേസ് ബോർഡിലോ ഹാർഡ് ബോർഡിലോ ഇപ്പോൾ പുതിയ സാധനങ്ങളൊക്കെ അതിൽ ഒട്ടിച്ചവിടെ വെക്കും. ഫേസ്ബുക്കിൽ ഒട്ടിച്ചവിടെ വെക്കും. ഇപ്പൊ കഥകളി അങ്ങനെയൊക്കെയാ കാണുന്നത്. കഥകളി അങ്ങനെയൊക്കെയാണ്. അല്ല, അറിവുള്ളവർ ഇപ്പോഴും ഈ കലയെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അറിവുള്ളവർ ഇപ്പോഴും ഈ കലയെ അംഗീകരിക്കുകയും ആദരിക്കുകയും. ആയിരക്കണക്കിന് കലാകാരന്മാർ ഇപ്പോഴും ഇത് ഈ വേല ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് കലാകാരന്മാർ ഇപ്പോഴും ഈ വേല ചെയ്യുന്നു. അത് ഈ നാടിൻ്റെ തനതായ ഒരു കലാരൂപത്തെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവരാണ് ധാരാളം പേരും. ഈ നാടിന്റെ തനതായ ഒരു കലാരൂപം നഷ്ടപ്പെടാതിരിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് അനേകം പേര്. ഭഗവാന്റെ തിരുഹൃദയത്തിൽ അതിനോട് ഇഷ്ടമുണ്ടായി. ഭഗവാന്റെ തിരുഹൃദയത്തിൽ അതിനോട് ഇഷ്ടമുണ്ടായി. അന്ന് മുതൽ ഇന്ന് വരെയും അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. അന്ന് മുതൽ ഇന്ന് വരെ അത് ഈ നടന്നുകൊണ്ടേയിരിക്കുന്നു. പ്രാവശ്യം ഉത്രാടത്തിന് നമ്മൾ കഥകളി നടത്തുകയാണ്. പ്രാവശ്യം ഉത്രാടത്തിന് കഥകളി ഇപ്പോൾ നടത്തുകയാണ്. കഥകളി ആസ്വാദന സംഘം പ്രത്യേകം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഇപ്പോൾ കഥകളി ആസ്വാദന സംഘം പ്രത്യേകം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ, പല സ്ഥലങ്ങളിലും. അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവര് വണ്ടിയും പിടിച്ചിവിടെ വന്ന് ഇത് കണ്ടിട്ടേ പോവുള്ളൂ. അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ വണ്ടി പിടിച്ചിവിടെ വന്ന് ഇത് കണ്ടിട്ടേ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് ഇപ്പോ. അങ്ങനെയൊക്കെയുള്ള സംവിധാനം നമ്മുടെ കൂട്ടത്തിൽ ഇത് കാണാൻ തൃപ്തിയില്ലാതെ വരുന്ന, അല്ലെ ഇഷ്ടമില്ലാതെ വരുന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ കൂട്ടത്തിൽ ഇത് കാണാൻ തൃപ്തിയില്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ മിക്കവാറും വീടുകളിൽ നടക്കുന്ന ഒരു വലിയ വഴക്ക് ഞാനിപ്പോ പറയാം. മിക്കവാറും വീടുകളിൽ നടക്കുന്ന ഒരു വലിയ ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വഴക്കാണ്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാത്രി ഉറക്കമൊഴിഞ്ഞിരുന്ന പിള്ളേരെല്ലാം കൂടെ കളി കാണുക. രാത്രി ഉറക്കമൊഴിഞ്ഞിരുന്ന പിള്ളേരെല്ലാം കൂടെ കളി കാണുക. എന്തോ കളിയാ? എന്താ കളിയാ? ഇപ്പൊ മുതിർന്നവർ പലരും വഴക്കുണ്ടാക്കും. മുതിർന്നവർ പലരും വഴക്കുണ്ടാക്കും. എന്താ കാര്യം? എന്താ കാര്യം? അവർക്കിതറിയില്ല. അവർക്കിതറിയില്ല. ഇതറിയാവുന്നുണ്ട്, അവരും എന്നെ കീഴിൽ ചെന്ന് ഇച്ചിരിയെങ്കിലും കാണും. അവർക്ക് അറിയാമെങ്കിൽ അവരും ചെന്ന് അതിന്റെ കീഴിൽ പിള്ളേർ കണ്ടാൽ കുഴപ്പമാവുന്നുള്ളവരാണെങ്കിൽ കഥവിന്റെ വിടവിൽ കൂടെ എങ്കിലും കാണും. കഥവിന്റെ വിടവിൽ കൂടെങ്കിലും കാണും. ഇഷ്ടമുണ്ടെങ്കിൽ, ഇത് അറിയാമെന്നുണ്ടെങ്കിൽ. ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാം. ഇത് ഒരു പന്തും തട്ടിക്കൊണ്ട് ഈ 10-22 പേര് ഇങ്ങനെ ഓടുന്നത്, ഇത് എന്തോ കാര്യത്തിനാടാ വേറെ ഓരോരുത്തർക്കും ഓരോ പന്ത് മേടിച്ചു കൊടുത്തുകൂടായോ എന്ന് ചോദിക്കുന്ന സംഭവമാണെങ്കിൽ ഇതെന്തെങ്കിലും കൗതുകം ഉണ്ടാകും. ഇങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കൗതുകം. 22 പേർക്ക് ഓരോ പന്ത് എന്റെ വകയായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കളി നടക്കൂ. അപ്പൊ അത് കളിയല്ല. കളി അറിയാവുന്നവർക്ക് ഇത് കാണാതിരിക്കാൻ പറ്റുകയില്ല എന്നും പറഞ്ഞ് അമ്പൂറ്റി പറഞ്ഞവരുടെ ഞങ്ങള് കളി കാണുമെന്ന് പറഞ്ഞ അവിടെ പോയിരുന്ന് കണ്ടുകളായിരുന്നു കേട്ടോ. പിള്ളേർ കുഞ്ഞുങ്ങൾക്ക് അവർക്കിപ്പോ ലൈസൻസ് ഒപ്പിട്ട് കൊടുത്ത പോലെ ആയി. അങ്ങനെ വേണ്ട, നമുക്ക് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. അല്പം വിനോദമാകാം, അധികമാകരുതൊന്നും. ഈ വിനോദത്തിന് വേണ്ടി ജീവിതം പാഴാക്കരുത്. അത് വലിയ ദോഷമുണ്ടാകും. അത് നമുക്ക് ഉന്നതമായ ചിന്തകളും ഉന്നതമായ കർമ്മങ്ങളും നടത്താനുള്ള ജന്മമാണിത്. അപ്പൊ വിനോദത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ നമ്മുടെ ജീവിതം അങ്ങ് വിനോദമായി പോകും. അതിൽ വിജ്ഞാനം ലഭിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞതുപോലെ ഈ കഥകളിയുടെ അവർ വേണമെന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു, അങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു,
ഇങ്ങനെ കാണിക്കുന്നത്. ഇത് എന്തുവാന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് നമുക്കത് കാണാൻ ഇഷ്ടമല്ലാത്തത്. എന്തുവാണെന്ന് അറിയാൻ വയ്യാത്തവരാണ് നമുക്ക് കാണാൻ ഇഷ്ടം. അപ്പൊ എന്തായാലും ഭഗവാൻ എല്ലാ വർഷവും ഇതിവിടെ നടത്തുന്നുണ്ടല്ലോ. ഇപ്പോൾ എല്ലാ വർഷവും ഭഗവാൻ ഇത് എന്തൊക്കെയാണെന്നൊന്ന് അറിയണമെന്ന് ആർക്കെങ്കിലും ഒരു ആഗ്രഹം തോന്നിയിരുന്നെങ്കിൽ ഇപ്പൊ എത്രയോ പേര് ഇത് ഇഷ്ടപ്പെട്ടേനെ. ഇത് എന്തൊക്കെയാണെന്ന് അറിയണമെന്ന് ആർക്കെങ്കിലും ഒരു ആഗ്രഹം തോന്നിയിരുന്നെങ്കിൽ ഇപ്പൊ എത്രയോ പേര് ഇഷ്ടപ്പെട്ടേനെ. വർഷത്തിലൊരിക്കൽ ഒരു ദിവസം വർഷത്തിൽ ഒരിക്കലും ഒരു ദിവസം ഇങ്ങനെ ഒരു കാര്യം കണ്ടതുകൊണ്ട് ആരുടെയും ജന്മം പാഴായി പോകത്തില്ല. ഇങ്ങനെ ഒരു കാര്യം കണ്ടതുകൊണ്ട് ആരുടെയും ജന്മം പാഴായി പോകുന്നു. പക്ഷെ അതിൽ കൂടി ഉണ്ടാകുന്നത് പക്ഷെ അതിൽ കൂടി ഉണ്ടാകുന്നത് നമ്മുടെ നാടിന്റെ തനതായ ഒരു കലാരൂപം നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുകയാണ്. നമ്മുടെ നാടിന്റെ തനതായ ഒരു കലാരൂപം നമ്മൾ ആ കലാകാരന്മാരെ നമ്മൾ സ്നേഹിക്കുകയാണ്. കലാകാരന്മാരെ ആ കലയെ നമ്മൾ സ്നേഹിക്കുകയാണ്. കലയെ നമ്മൾ സ്നേഹിക്കുക. അപ്പൊ അതിനോടുകൂടി ഒരു സംഘം ആളുകൾ അവരുടെ ഉപജീവനവും നടന്നു പോവുകയാണ്. അതിനോടുകൂടി ഒരു സംഘം ആളുകൾ അവരുടെ ഇങ്ങനെ പല കാര്യങ്ങൾ ആ കൂട്ടത്തിൽ നടക്കുന്നു. കൂടാതെ ഉന്നതമായ പുരാണ ചരിത്രങ്ങളാണ് അതിൽ ഓരോന്നും പറയുന്നത്. ഉന്നതമായ പുരാണ ചരിത്രങ്ങളാണ് അതിൽ ഓരോന്നിലും പറയുന്നത്. ഇപ്രാവശ്യം 2 കഥകളുണ്ട്. ഇപ്രാവശ്യം 2 കഥകളുണ്ട്. ഒന്ന് നളചരിതം 3-ാം ദിവസവും ഒന്ന് നളചരിതം 3-ാം ദിവസവും ഒന്ന് പ്രഹ്ലാദ ചരിതവുമാണ്. ഒന്ന് പ്രഹ്ലാദ ചരിതവും. ഈ കഥയെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. കഥയെല്ലാം നമുക്കെല്ലാം അറിയാവുന്നതാണ്. അറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മലയാളത്തിനോടൊരു കൂടുതൽ ബന്ധം ഉണ്ടാവുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് മലയാളത്തിൽ പുരാണങ്ങളിൽ നിന്ന് പല ഗുണപാഠങ്ങൾ സ്വീകരിക്കുകയും ഭഗവാന്റെ ഒരു ഇഷ്ടം നടപ്പാകുകയും ചെയ്യുകയാണ്. അങ്ങനെയൊക്കെ തീരുമാനിച്ചാൽ അതിനും ആള് കാണും. പക്ഷെ അതിനൊന്നും മെനക്കെടാൻ ആരും തയ്യാറല്ല. എല്ലാവർക്കും എല്ലാം എളുപ്പം കിട്ടണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ശാസ്ത്രം. വേഗത കൂടിയ ലോകമാണ്. മഹാത്മാഗാന്ധി പണ്ട് പറഞ്ഞു, പതുക്കെ പോയാൽ പലതും കാണാം, പലതും നേടാം, വേഗത്തിൽ പോയാൽ പലതും നഷ്ടമായി പോകും എന്ന് മഹാത്മാഗാന്ധി ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. നമുക്കു സമാധാനവും ശാന്തിയും ആശ്വാസവും നമുക്ക് ശത്രുക്കളെ ജയിപ്പാൻ ജ്ഞാനമാം വാളായുധം ഉന്നതമായ തത്വങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഘോഷയാത്ര, പ്രകാശയാത്ര, ഇത് രണ്ടും നമ്മുടെ ആദർശത്തിന്റെ വിളംബരമായി നടത്തുന്നതാണ്. ആരാധന ആത്മാവിൽ ആനന്ദത്തിന് വേണ്ടി നടത്തുന്നതാണ്. സദ്യ നമ്മുടെ ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്. സമ്മേളനം വിജ്ഞാനങ്ങളെ പകർത്തുവാനും സ്വീകരിക്കുവാനും വേണ്ടിയുള്ളതാണ്. ആ സേവ ഗുരുമുമ്പാകെ നടത്തുന്ന ഒരു ആചാരമാണ്. കഥകളി നമ്മളിലേക്ക് ഒരു വിനോദം എത്തിക്കുകയാണ്, എന്നാൽ വിജ്ഞാന സമ്പാദനം കൂടിയാണ്. ഇങ്ങനെ വിവിധ തത്വങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ദൈവം തീരുമാനിക്കപ്പെട്ട ഒരു ജന്മനക്ഷത്രം, അത് ഏറ്റവും ഉന്നതമായി നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ വീണ്ടും ഒന്നുകൂടി കൈയടിക്കാം. ഉന്നതമായ നിലയിൽ ജന്മനക്ഷത്ര മഹോത്സവം നടത്തപ്പെടട്ടെ. വിവിധ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഓമന കുഞ്ഞുങ്ങൾ വരാനായി കാത്തിരിക്കുകയാണ്. അതുപോലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ആരാധനയിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഈ ഘോഷയാത്രയ്ക്കും അതുപോലെ സമ്മേളനത്തിലും ആ ജന്മനക്ഷത്രത്തിന്റെ എല്ലാ പരിപാടിയിലും വന്നു പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്ന സർവരെയും മഹാശക്തി ഇവിടെ എത്തിക്കുമാറാകട്ടെ. എല്ലാം പ്രകൃതിയിൽ ഒരുക്കപ്പെടുമാറാകട്ടെ. സർവപ്രകൃതികളും തുണയായിരിക്കട്ടെ. ദേവീ ദേവന്മാരും ദൂത പരമ്പരകളും മഹാശക്തിയോടൊപ്പം നിലനിന്നുകൊണ്ട് ഉന്നതമായ ആത്മലോകത്തിൽ ആനന്ദം പകർന്നുകൊണ്ട് 102ാമത് ഉത്രാടം ജന്മനക്ഷത്ര മഹോത്സവം നടത്തപ്പെടട്ടെ. അത്യുന്നതനാകുന്ന മഹാശക്തി പ്രത്യക്ഷമായി ആത്മലോകത്തിൽ ആനന്ദിക്കട്ടെ. ഇന്നേ ദിവസം ഈ ആനന്ദകരമായ ആരാധനയിൽ പങ്കെടുക്കുവാൻ മഹാഭാഗ്യം സിദ്ധിച്ച
ചിന്തിച്ച നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വീണ്ടും ദർശിക്കുകയാണ്. വീണ്ടും വന്ന് ചേരുവാനും ഈ ആനന്ദം അനുഭവിക്കുവാനും സർവശക്തിയുടെ കാരുണ്യം ഉണ്ടാകട്ടെ. എല്ലാ ഹൃദയങ്ങളും എല്ലാ ഭവനങ്ങളും ശുദ്ധീകരിക്കപ്പെടട്ടെ. ആത്മനാഥൻ കളിയാടട്ടെ. അകവും പുറവുമായ ആവശ്യമുള്ളതെല്ലാം എത്തിച്ചേരട്ടെ. ഉന്നതമായ നമ്മുടെ മഹാഗോപുരം അതിന്റെ എല്ലാ ചൈതന്യത്തോടും കൂടി പൂർത്തീകരിക്കപ്പെടുവാൻ മഹാശക്തിയുടെ കാരുണ്യം ഉണ്ടാകട്ടെ. ആത്മദീപത്തെ ആയുരാരോഗ്യത്തോടുകൂടി ഈശ്വരൻ നിലനിർത്തട്ടെ. രാജഗോപാലിനെയും കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം സത്യം കേട്ട് ഈ ആദർശത്തെ സ്വീകരിച്ച എന്റെ മനോഹര സന്താനങ്ങൾക്ക് സത്യമായി ജീവിച്ച് ഉന്നതമായ ആനന്ദത്തിൽ എത്തുവാൻ